السلام عليكم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا خير من دفنت بالقاع عمومه فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحبك فلا أنساهما أبدا. مني السلام عليكم ما جرى القلم. വന്യരായ പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു നമ്മുടെ ഈ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിന് വേണ്ടിയുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഒരൽപ്പം കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ തീരുമാനപ്രകാരം പരിശുദ്ധ ഇസ്ലാം ഈ ഇന്ത്യ രാജ്യത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ശിഷ്യന്മാരുടെയോ കാലത്ത് ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. മഹാനായ നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കളും ലോകത്ത് പ്രചരിപ്പിച്ചത് ദീനുഹും വാഹിദ്, എല്ലാവരുടെയും ദീൻ ഒന്ന് തന്നെ ആയിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട്. ആ ദീൻ മനുഷ്യന്റെ മാനുഷികമായ വളർച്ചയും വികാസവും ബുദ്ധിപരമായ വിശാലതയും അനുസരിച്ച് കാലാന്തരത്തിൽ കർമ്മപരമായ വിഷയങ്ങളിൽ
അല്പം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി എല്ലാവരും പഠിപ്പിച്ച ദീൻ ഒന്ന് തന്നെയാണ്. അത് പൂർത്തീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുള്ളത്. ലോകത്ത് ധാരാളം ജീവജാലങ്ങൾ ഉണ്ട്, ലോകത്ത് ധാരാളം സസ്യങ്ങൾ ഉണ്ട്. ഈ ജീവജാലങ്ങളും സസ്യങ്ങളും എല്ലാം മനുഷ്യന്റെ ഗുണത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് മനുഷ്യന് മഴ കൊള്ളാതെ വെയിൽ തട്ടാതെ നന്നായി കിടന്ന് ഉറങ്ങി നന്നായി ഭക്ഷണം കഴിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മളിൽ പലരും തെങ്ങ്, കവുങ്ങ്, തേക്ക്, പ്ലാവ്, മാവ് തുടങ്ങിയ ധാരാളം മരങ്ങൾ മുറിക്കാറുണ്ട്. മനുഷ്യന് ജീവിക്കാൻ വേണ്ടി സസ്യങ്ങൾ മനുഷ്യൻ മുറിച്ചു കളയുന്നു. അതേസമയത്ത് സസ്യങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ആരുടെയെങ്കിലും തലവെട്ടിയതായോ കാല് മുറിച്ചതായോ നാം കേട്ടിട്ടില്ല. കാരണം മനുഷ്യന് വേണ്ടി മരങ്ങളെയും സസ്യങ്ങളെയും ഉണ്ടാക്കിയതാണ്, സസ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ഉണ്ടാക്കിയതല്ല. ഇതുപോലെ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി കടലിൽ നിന്ന് ധാരാളം മത്സ്യങ്ങളെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്, അതിന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതേസമയത്ത് മത്സ്യത്തിന് ജീവിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ കൊന്നുകളയുക എന്നത് നാം ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ നമുക്കറിയാം, പുലി, നരി, സിംഹം തുടങ്ങിയ ധാരാളം ജീവികൾ മനുഷ്യന്റെ അധീനപ്പെട്ട് മനുഷ്യൻ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ആനയെ മനുഷ്യൻ പോറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയത്ത് ഇന്ന് വരെ ഒരു നരിയോ സിംഹമോ പുലിയോ ആനയോ മനുഷ്യനെ പോറ്റുന്നതായി നാം കേട്ടിട്ടില്ല. തടിച്ചുകൊഴുത്ത കൊമ്പനാന അതിനെ നിയന്ത്രിക്കുന്നത് വെറും ദിനേശ് പിടി പോലത്തെ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചാൽ ചിലപ്പോ ആനയോട് പറയും, ഒരു ചവിട്ട് എന്ന് പറയുമ്പോഴേക്ക് ആന പേടിച്ചുപോയി. ഇയാള് ചവിട്ടിയാൽ ആനക്കെന്ത് പറ്റാൻ? ഇയാൾ ചവിട്ടിയാൽ അദ്ദേഹത്തിന്റെ കാലിന് അപകടം വരുന്നല്ലാണ്ട് ആനക്കെന്തെങ്കിലും പറ്റൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആന ഈ മനുഷ്യനെ പേടിച്ചുപോയി. ആ നിലക്ക് എല്ലാ ജീവജാലങ്ങളും എല്ലാ സസ്യങ്ങളെയും മനുഷ്യന്റെ അധീനപ്പെടുത്തി മനുഷ്യൻ എല്ലാറ്റിന്റെയും ഉപകാരം ലഭിക്കുന്ന, ഉപകാരം എടുക്കുന്ന എല്ലാ സൃഷ്ടികളുടെയും വലിയ ഉന്നതനായ ജീവി, എല്ലാ സൃഷ്ടികൾക്കും ഉന്നതനായ ജീവിയായി മനുഷ്യനെ നാം കാണും. പക്ഷേ ആന, പോത്ത്, മൂരി, കോഴി, ആട്, ഒട്ടകം ഇങ്ങനെയുള്ള ജീവികൾക്കൊന്നും ജീവിതത്തിൽ ഒരു ധാർമ്മികമായ ചിന്തയോ അല്ലെങ്കിൽ ബുദ്ധിപരമായ സമീപനമോ നാം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ജീവിതത്തിൽ മനുഷ്യനെ പോലെയുള്ള ഒരു കാര്യങ്ങളും ആവശ്യവും ഇല്ല. ഉദാഹരണത്തിന് ജീവിക്കാനുള്ള സൗകര്യം എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്, ജീവിക്കാൻ ആവശ്യമായ വിജ്ഞാനം ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ധാർമ്മിക ചിന്ത കാണുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, ഞാനിപ്പോ വരുമ്പോ അത്തോളിയിൽ ഒരു യോഗം, ഒരു സമ്മേളനം വേണം. അപ്പൊ ഒരാൾ ശക്തിയായി സംസാരിക്കുന്നത് പെൺവാണിഭത്തെ സംബന്ധിച്ചാണ്. ഞാനിപ്പോ വരുമ്പോ കേട്ടതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ശക്തിയായി പെൺവാണിഭത്തെ സംബന്ധിച്ച് സംസാരിച്ചു. ഞാൻ ചിന്തിക്കുന്നു, ധാർമ്മികമായ ചിന്ത അഥവാ
പ്രവാചകന്മാർ ഈ ഭൂമിലോകത്ത് പഠിപ്പിച്ച ആശയം ഇല്ലാത്ത ഒരു വ്യക്തി പെൺവാണിഭത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? കാരണം ഒരു പെണ്ണിന്റെ തല അന്യപുരുഷന്മാർ അവരുടെ ഗുണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പെണ്ണിനെ ചുമട്ട് എടുക്കാൻ വേണ്ടി തൊഴിലാളിയായി വിളിച്ച് വൈകുന്നേരം പൈസയും കൊടുത്ത് പെണ്ണിന്റെ തല കൊണ്ട് തലയിൽ സാധനം വെച്ചിട്ട് അവരുടെ കടയിലും ഗോഡൌണിലും ഒക്കെ കൊണ്ടു കൊടുക്കും. അപ്പോ പെണ്ണിന്റെ തല മനുഷ്യൻ അന്യപുരുഷൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതിന് ക്യാഷും കൊടുക്കുന്നു. ഒരു പെണ്ണിന്റെ കൈത്തൊഴിലെടുക്കുന്ന അന്യസ്ത്രീയുടെ കൈ കൊണ്ടെടുക്കുന്ന തൊഴിൽ, ആ തൊഴിൽ കൊണ്ട് അന്യപുരുഷൻ ഉപകാരം എടുക്കുന്നുണ്ട്, അവൾക്ക് അതിന്റെ ക്യാഷും കൊടുക്കുന്നു. ഒരു തപാലിൽ കത്തുകൊണ്ട് കൊടുക്കുന്ന ജോലിയുള്ള ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന്റെ കാലുകൊണ്ട് നടന്നിട്ട് ആളുകൾക്ക് കത്ത് എത്തിച്ചു കൊടുക്കുന്നു, അവളുടെ കാലുകൊണ്ട് മനുഷ്യൻ അന്യപുരുഷൻ ഉപകാരം എടുക്കുന്നു. അങ്ങനെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവളുടെ എല്ലാ അവയവങ്ങളും മനുഷ്യൻ അന്യപുരുഷനായ മനുഷ്യൻ തന്നെ ക്യാഷ് കൊടുത്ത് അവന്റെ ഉപകാരത്തിന് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിൽ ഒരവയവം മാത്രം ഉപയോഗിച്ചുകൂടാ എന്നതിന്റെ തെളിവെന്താണ്? വെറും ബുദ്ധിപരമായി മാത്രം മനുഷ്യൻ യുക്തിപരമായി മാത്രം ചിന്തിക്കുന്നുവെങ്കിൽ സ്ത്രീയുടെ എല്ലാ അവയവങ്ങളും അന്യപുരുഷന് ക്യാഷ് കൊടുത്ത് ഉപയോഗപ്പെടുത്താമെങ്കിൽ ഒരവയവം മാത്രം ഉപയോഗപ്പെടുത്തിക്കൂടാ എന്ന് പറയുന്നതിന്റെ തെളിവെന്താണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ വെറും യുക്തി കൊണ്ട് മാത്രം ചിന്തിച്ചാൽ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുകയില്ല, അത് എല്ലാവരും അംഗീകരിക്കേണ്ടി വരും. പശുവിന്റെ കുട്ടി പ്രസവിക്കപ്പെട്ടു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മുലയും കുടിച്ചിട്ട് അമ്മന്റെ പുറത്ത് തന്നെ ഓടിക്കയറുന്നുണ്ട്. ഒരൊറ്റ പേപ്പറിലും മകൻ അമ്മയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടില്ല. പൂവൻകോഴി രാവിലെ മുതൽക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ കാണുന്ന എല്ലാ പടക്കോഴിന്റെയും പിന്നാലെ ഓടിയിട്ട് നമ്മുടെ കുട്ടികൾ സൈക്കിളിന്റെ പെറ്റൽ കൊണ്ട് കളിക്കും പോലെ കളിക്കുന്നു. ഇന്നുവരെ ഒരൊറ്റ പേപ്പറിലും പൂവൻകോഴിയെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഇങ്ങനെ മനുഷ്യനല്ലാത്ത ജീവജാലങ്ങളൊക്കെ ഈ ഭൂമിലോകത്ത് പലതും ചെയ്യുന്നുണ്ട്. നമ്മുടെ പശു കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ പുല്ല് തിന്നുന്നുണ്ട്. ഇനി ഏതെങ്കിലും ക്ഷണിക്കാത്ത സ്ഥലത്തുനിന്ന് പുല്ലും തിന്ന് ഇറങ്ങിപ്പോരുമ്പോ എന്റെ ബില്ലെത്രയാണ് ഒരു പശുവിന് ചോദിക്കാറില്ല. അതേ സമയത്ത് മനുഷ്യൻ ക്ഷണിക്കാത്ത സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അവൻ അപമാനമായി കാണുന്നു. അഥവാ ക്ഷണിക്കാതെ വല്ല ഹോട്ടലിലും കയറി ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോരുകയാണെങ്കിൽ എന്റെ ബില്ലെത്രയാണെന്ന് ചോദിച്ച് കേഷം കൊടുക്കും. മനുഷ്യനും മറ്റു മൃഗങ്ങളും ഒരുപോലെ ജീവിച്ചാൽ പോരാ, മനുഷ്യന്റെ ജീവിതത്തിന് ഒരു നന്മ തിന്മ, ശരി തെറ്റി, ന്യായം അന്യായം, ഇങ്ങനെ രണ്ടു വശങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിനുണ്ട്. ശരി തെറ്റ്, ന്യായം അന്യായം, നീതി അനീതി, ഇത് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ആരാണ് ഇവിടെ നീതിയും അനീതിയും തീരുമാനിക്കേണ്ടത്? ആരാണ് ഇവിടെ ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത്? ആരാണ് ഇവിടെ നന്മയും തിന്മയും തീരുമാനിക്കേണ്ടത്? അത് മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പൊന്മാടികൾ നടത്തുന്ന ആളുകൾ മനുഷ്യന്മാരെന്നല്ലേ? അവര് ശരി തീരുമാനിച്ചത് നടത്താനല്ലേ? നടത്തിക്കൂടാതെ മനുഷ്യന്മാരാണ്. അപ്പൊ ശരിയും തെറ്റും മനുഷ്യന്മാര് തീരുമാനിച്ചാൽ യോജിക്കൂലെന്ന് ഉറപ്പല്ലേ? ശരിയും തെറ്റും മനുഷ്യന്മാര് തീരുമാനിച്ചാൽ ഒരു മനുഷ്യന് അത് ശരിയാണെന്ന് തോന്നുന്നു, വേറൊരു മനുഷ്യന് തെറ്റാണെന്ന് തോന്നുന്നു. ഒരാൾക്ക് നീതിയാണെന്ന് തോന്നുന്നു, വേറെ ഒരാൾക്ക് അനീതിയാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ അനുഭവമല്ലേ? അപ്പോൾ പിന്നെ ശരിയും തെറ്റും ആര് തീരുമാനിക്കണം? അത് മനുഷ്യന് അത് വിട്ടുകൊടുത്തുകൂടാ. ശരിയും തെറ്റും തീരുമാനിക്കുന്ന വിഷയം മനുഷ്യന് വിട്ടുകൊടുത്തുകൂടാ. കാരണം മനുഷ്യൻ പലരും പല ചിന്തയാണ്, പലരും പല തീരുമാനമാണ്. അത് പറഞ്ഞാൽ നീണ്ടുപോകും. കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്മയെ കല്യാണം കഴിച്ചൂടാ, പെങ്ങളെ കല്യാണം കഴിച്ചൂടാ,
ഉമ്മന്റെ അനുജത്തിന് കല്യാണം കഴിച്ചുകൂടാ എന്നൊക്കെ എല്ലാവരും സമ്മതിക്കും. എന്നാൽ ഒരു അന്യ സ്ത്രീയുടെ മുമ്പിൽ അവനവന്റെ മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ കാണിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം സ്ത്രീയല്ലേ എന്നൊരാൾ ന്യായം പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓരോരുത്തരും ഓരോ ന്യായം അവനവന്റെ വകയിൽ പറയാൻ തുടങ്ങിയാൽ ഇവിടെ എന്ത് ന്യായമാണ് പറഞ്ഞുകൂടാത്തത്? ഒരാൾ രാവിലെ 7 മണിക്ക് പള്ളിയിൽ വന്നു, 12 മണി വരെ ജുമാന്റെ ദിവസം വെള്ളിയാഴ്ച അദ്ദേഹം ഈത്തിക്കാഫിൽ കരുതിയിട്ട് അവിടെ ഇരുന്നു. 12 മണിയായപ്പോൾ മൂത്രവയ്ക്കാൻ വേണ്ടിയിട്ട് മൂത്രവെച്ചിട്ട് ഒതു മാറ്റി വെച്ച് വരാമെന്ന് മനസ്സിലാക്കി. ഒരു ചെറിയ ടൗലും ഇരുന്ന സ്ഥലത്ത് വിരിച്ചിട്ട് അയാൾ ഒതുകൊടുക്കാൻ പോയി. ഒതുകൊടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് വേറൊരു ചെറുപ്പക്കാരൻ ഈ ടൗലങ്ങ് തട്ടിക്കളഞ്ഞു. അവൻ അവിടെ അവനിപ്പോ 5 മിനിറ്റായി അവിടെ ഇരിക്കുന്നു. ഈ ആൾ വന്നിട്ട് ഈ വയസ്സുള്ള ആൾ വന്നിട്ട് പറഞ്ഞു, മോനെ കുറച്ചങ്ങോട്ടിരിക്കും, ഇത് ഞാൻ ഇതുവരെ രാവിലെ 7 മണി മുതൽ വന്നിരുന്ന സ്ഥലമാണ്, ഞാനിവിടെ ഒരു ടൗലിട്ട് പോയതാണ്, അതുകൊണ്ട് ജുമാ കഴിയുന്നവരെ എനിക്ക് അവിടെ ഇരിക്കണം, നീ മാറിയിരിക്കും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത്, 7 മണി മുതൽ 12 മണി വരെ നിങ്ങൾ ഇവിടെ ഇരുന്നോ? ആയിരുന്നു. ഇത് സ്ഥലം എവിടെയാണ് നിങ്ങൾക്കറിയില്ല? അറിയും. എവിടെയാണ്? പള്ളിയാണ്. അതെ, പള്ളിയാണ്. അതുകൊണ്ടാണ് രാവിലെ വന്ന് സ്ഥലം പിടിച്ചത്. അല്ല, ഞാനിവിടെ 5 മിനിറ്റായിട്ടേ ഉള്ളൂ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതെ, അതല്ലേ ഞാൻ പറഞ്ഞു, എന്നോട് മാറിയിക്കണം, ഞാൻ രാവിലെ ഇരിക്കുകയാണ്. അതിന് ന്യായമാണ് നിങ്ങൾ പറയുന്നത്. 7 മണി മുതൽ 12 മണി വരെ 5 മണിക്കൂർ നിങ്ങളിവിടെ ഇരുന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കും എനിക്കും തുല്യാവകാശമുള്ള പള്ളിയാണ്. നിങ്ങൾ 5 മിനിറ്റ് ഇരിക്കുമ്പോൾ എന്നോട് മാറിയിക്കണം എന്ന് പറയുന്നത് ന്യായമാണ്. 5 മണിക്കൂർ ഞാനിവിടെ നിങ്ങളിവിടെ ഇരുന്നിട്ട് ഞാനെന്താ പറഞ്ഞു? ഇപ്പൊ ഞാൻ 5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്ക് മാറിയിക്കണമെന്ന് പറയും. അവന്റെ ന്യായപ്രകാരം അവൻ പറയുന്നതാണ് ശരി. 5 മണിക്കൂർ ഇരുന്നാളെ ന്യായപ്രകാരം ഞാൻ രാവിലെ വന്ന് സ്ഥലം പിടിച്ച് അവിടെ തന്നെ ഇരുന്നത് എനിക്ക് 1-ാം സമയത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയാണ്. ഇവരിപ്പം വന്നിട്ട് ഓടിക്കുന്നത് ശരിയല്ല എന്നാണ് അവന്റെ ന്യായം. വളരെ പ്രായം ചെന്ന ഒരാൾ പറഞ്ഞു, മോനെ ഞാൻ എത്രയോ കാലമായി ഞാൻ തേങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെങ്ങാണിത്, അതിന്റെ തേങ്ങ എനിക്ക് തന്നെ കിട്ടണം. അപ്പൊ വേറൊരാള്, നിങ്ങൾ കുറെ കാലായില്ലേ പറിക്കുന്നു, ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടല്ല, ഇന്ന് പോയി ഞാൻ പറിക്കട്ടെ, ഇതുവരെ നിങ്ങൾ പറിക്കുന്നു, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഓരോരുത്തരും ന്യായം പറയാൻ തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ഓരോ ന്യായങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ന്യായവും അന്യായവും പഠിപ്പിക്കേണ്ടത്, നീതിയും അനീതിയും പറയേണ്ടത്, ശരിയും തെറ്റും പറയേണ്ടത് ഉടമസ്ഥനായിരിക്കണം. ഉടമസ്ഥന് അവന്റെ അധികാരത്തിൽ ഇന്നതാണ് വേണ്ടത്, ഇന്നതാണ് വേണ്ടാത്തത് എന്ന് പറയാൻ അധികാരം ഉണ്ട്. എന്നാൽ ഭൂമിയുടെയും ആകാശത്തിന്റെയും സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും മനുഷ്യന്റെയും സർവ സൃഷ്ടികളുടെയും ഉടമസ്ഥൻ ആരാണ്? അത് അതിനെ ഉണ്ടാക്കിയവനാണ്. ഉടമസ്ഥൻ. അതിലാർക്കാണ് തർക്കമുണ്ടോ? ഒരു ഇല്ലാത്ത വസ്തുവിനെ ഉണ്ടാക്കിയവൻ അതിന്റെ ഉടമസ്ഥനാണ്. ഉണ്ടാക്കിയവനാണ് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഉടമസ്ഥനായ അല്ലാഹു അവനാണ് അവന്റെ ഉടമസ്ഥതയുടെ കീഴിലുള്ള മനുഷ്യന് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ന്യായം, ഏതാണ് അന്യായം, ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥൻ പഠിപ്പിച്ചു കൊടുത്താൽ അതാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ സ്വീകരിക്കേണ്ട പാത. ഉടമസ്ഥൻ പഠിപ്പിച്ചത് എന്താണോ അതനുസരിച്ച് അടിമ ജീവിച്ചുകൊണ്ടിരിക്കണം. ആ ഉടമസ്ഥനായ അല്ലാഹുവിനെ അറിയുകയും അവൻ അവന്റെ അടിമകൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി മനുഷ്യരുടെയും സൃഷ്ടാവായ അല്ലാഹുവിന്റെയും ഇടയിൽ അല്ലാഹു നിശ്ചയിച്ച അസാധാരണ മനുഷ്യന്മാരായ അമ്പിയാക്കൾ
അമ്പിയാക്കളിൽ നിന്ന് അള്ളാഹു പഠിപ്പിച്ച ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്തവർ ആരാണോ അവരാണ് ഹിദായത്ത് ഉള്ളവർ. അമ്പിയാക്കളിൽ നിന്ന് ഉടമസ്ഥന്റെ നിയമങ്ങൾ സ്വീകരിക്കുകയും അമ്പിയാക്കൾ മുഖേന പ്രവാചകന്മാര് മുഖേന ഉടമസ്ഥനായ അല്ലാഹുവിനെ അറിയുകയും അവനിൽ ഉറച്ചു വിശ്വസിക്കുകയും ഈ പ്രതിനിധികളായ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ ആരാണോ അവരാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് ലഭിച്ചിട്ടുള്ളവർ. നിങ്ങൾ ചിന്തിക്കണം, അവർക്കാണ് യഥാർത്ഥത്തിൽ നാം സത്യവിശ്വാസികൾ എന്ന് പറയുന്നത്. فما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. സത്യവിശ്വാസിയായ ഒരു പുരുഷനും സത്യവിശ്വാസിയായ ഒരു സ്ത്രീയും, അത് ഏത് സത്യവിശ്വാസിയായ പുരുഷനായാലും ശരി, സത്യവിശ്വാസിനിയായ ഏത് സ്ത്രീ ആയിരുന്നാലും ശരി, അവരുടെ സ്വഭാവം എന്താണ്? ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും അവന്റെ പ്രതിനിധിയായ ദൂതരായ പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു കാര്യം പറഞ്ഞാൽ, ഒരു കാര്യം തീരുമാനമായി പ്രഖ്യാപിച്ചാൽ, ഒരു വിധി പറയുകയോ നടപ്പാക്കുകയോ ചെയ്താൽ, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവർക്ക് സ്വന്തം വകയിൽ പിന്നെ ഒരു അഭിപ്രായവും ഇല്ല, സ്വന്തം വകയിൽ ന്യായം പറയൽ ഇല്ല, സ്വന്തം വകയിൽ തീരുമാനം ഇല്ല, സ്വന്തം വകയിൽ സ്വാതന്ത്ര്യത്തെ വാദിക്കൽ ഇല്ല. മറിച്ച് ഉടമസ്ഥനായ അല്ലാഹു എന്തു പറഞ്ഞു അത് 100% അവർ സ്വീകരിക്കുന്നു. ഉടമസ്ഥനായ അല്ലാഹുവിന്റെ പ്രതിനിധിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ 100% അവർ അംഗീകരിക്കുന്നു. ഈ അംഗീകാരമുള്ളവരായിരുന്നു പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാർ. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നവും ഇല്ല. വെറും 12 ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ആശയവുമായി വന്നപ്പോൾ ഈ നാട്ടിലെന്ന മുസ്ലിങ്ങൾ ഇല്ല. ഇവിടെയാണ് അൽ ഹിദായ പോലുള്ള സ്ഥാപനങ്ങൾ ഇല്ല, SSF, SYS പോലുള്ള സംഘടനകൾ ഇല്ല, ഒരൊറ്റ പള്ളി കമ്മിറ്റിയും ഇല്ല, മദ്രസ കമ്മിറ്റിയും ഇല്ല, പള്ളിയും ഇല്ല, മദ്രസയും ഇല്ല. അന്ന് വെറും 12 ആളുകൾ ഇവിടെ വന്നപ്പോൾ ഈ നാട്ടിലുള്ള ഹിന്ദുമത സുഹൃത്തുക്കൾ, മറ്റു മതക്കാർ ഈ 12 ആളുകളെയും വളരെ ആദരവോടെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഈ 12 ആളുകൾക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ കൊടുങ്ങല്ലൂർ, മാടായി, ധർമ്മടം, ശ്രീകണ്ഠപുരം, കൊല്ലം, കാസർഗോഡ് ഇങ്ങനെ തുടങ്ങിയിട്ട് 10 സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കാനുള്ള സൗകര്യം ഈ നാട്ടിലെ മറ്റ് മതക്കാർ, വിശിഷ്യ ഹിന്ദുമത സുഹൃത്തുക്കൾ ചെയ്തു കൊടുത്തു. എന്തുകൊണ്ട്? ഈ 12 ആളുകളെ കയ്യിലുണ്ടായിരുന്ന പീരങ്കിയുടെ ശക്തി കൊണ്ട് അല്ല. അവർ കുറെ ഭീകരന്മാരായി ഇവിടെ വളർത്തുവന്ന് 12 ആളുകൾ ഞങ്ങളെ എന്തെങ്കിലും ചെയ്തു കളിയും എന്ന് പേടിച്ചിട്ട് അല്ല. മറിച്ച് അവർ പൂർണ്ണമായി അല്ലാഹു അവന്റെ ദൂതനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ച ആശയങ്ങൾ പൂർണ്ണമായി സ്വീകരിച്ച് ജീവിക്കുന്നവർ ആയതുകൊണ്ട് തന്നെ എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന, എല്ലാവരുടെ മനസ്സിനെയും നിയന്ത്രിക്കുന്ന, എല്ലാ ഹൈറും ഷർറും ഈ ഭൂമിലോകത്ത് സൃഷ്ടിക്കുന്ന,
എല്ലാറ്റിന്റെയും ഉടമയായ അല്ലാഹു അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തു, ഞാൻ എന്റെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞേച്ച ഈ 12 ആളുകൾക്കും നിങ്ങൾ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അവരുടെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തു. അതനുസരിച്ച് അവരെല്ലാ സഹായവും സഹകരണവും ചെയ്തു. എന്താണ് കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഒരു കാര്യവും ഭയപ്പെടേണ്ടി വരാത്ത, ഒരു മുഷിപ്പും വിഷമവും സംഭവിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ അല്ലാഹുവിന്റെ ഔലിയാണ്, അല്ലാഹ് ഇഷ്ടപ്പെട്ടവരാണ്, അല്ലാഹുവിനെ അവർ തൃപ്തിപ്പെട്ടവരാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവര് ഉറച്ച ഈമാനുള്ളവർ ആണ്, അതിന്റെ പുറമേ അവർ തഖ്വയുള്ളവരുമാണ്. അങ്ങനെ അചഞ്ചലമായ വിശ്വാസം അല്ലാഹുവിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന മുഴുവൻ വിഷയത്തിലും ഉറച്ച വിശ്വാസമുള്ളവരാണ് അവർ. ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തമ്മാടികളായി നടന്നവരല്ല അവർ, മറിച്ച് അവര് മുത്തഖീകളാണ്. അവരുടെ ജീവിതത്തിൽ അല്ലാഹു കൽപ്പിച്ചതൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്, അല്ലാഹു വിരോധിച്ചതൊക്കെ അവർ കൈയൊഴിക്കുന്നുണ്ട്. അവരെ കൂട്ടത്തിൽ സുബ്ഹിന്റെ സമയത്ത് കിടന്നു ഉറങ്ങുന്ന മനുഷ്യന്മാരില്ല. അവരെ കൂട്ടത്തിൽ സുബ്ഹിന്റെ സമയത്ത് കിടന്നു ഉറങ്ങി സുബിക്കുന്നവർ ഇല്ല. ളുഹറിന്റെ സമയത്ത് പള്ളിയുടെ സമീപത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ സമീപത്തുകൂടി തിരിഞ്ഞു നോക്കാതെ നടക്കുന്നവരെ കൂട്ടത്തിലില്ല. അവരെ കൂട്ടത്തിൽ കള്ളു കുടിക്കുന്നവരൊരു മുസ്ലിമും ഇല്ല. അവരെ കൂട്ടത്തിൽ പലിശ വാങ്ങി തിന്നുന്നവനുമില്ല, പലിശ കൊടുക്കുന്നവനില്ല. അവരെ കൂട്ടത്തിൽ അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്നവരുമില്ല. അവരെ സ്ത്രീകൾ അന്യപുരുഷന്മാരിലേക്ക് നോക്കുന്നവരും അല്ല. അവരെ കൂട്ടത്തിൽ ഹറാമായ ചിത്രം കണ്ട് രസിക്കുന്നവർ ഇല്ല. അവരെ കൂട്ടത്തിൽ അന്യന്റേത് പിടിച്ചെടുത്ത് തിന്നുന്നവൻ ഇല്ല. മുതലാളിയെ വഞ്ചിക്കുന്ന തൊഴിലാളിയില്ല. തൊഴിലാളിയുടെ വേതനം കൊടുക്കാത്ത മുതലാളിയില്ല. അവരെ കൂട്ടത്തിൽ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം, അവരുടെ കൂട്ടത്തിൽ ജുമുഅയുടെ ഖുതുബ മലയാളത്തിൽ ഓതുന്ന മൗലവിമാരില്ല. അവരുടെ കൂട്ടത്തിൽ പെണ്ണിനെ അതാ ക്രിസ്ത്യാനികളെ പോലെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ ഇല്ല. അവരെ കൂട്ടത്തിൽ തറാവീഹ് 20 പകരം 12 വെട്ടിച്ചിരിക്കുന്ന കമ്പനിയില്ല. അവരുടെ കൂട്ടത്തിൽ അതാ കള്ളത്തരീഖത്തുകാരായ ആളുകൾ ഇല്ല. അവരുടെ കൂട്ടത്തിൽ അതേ ഔലിയാക്കളെ മഖ്ബറയിലേക്ക് അവർക്ക് മറക്കാതെ പോകുന്ന പെണ്ണുങ്ങളില്ല. അവരുടെ കൂട്ടത്തിൽ ഹറാമ് ചെയ്യുന്ന ആളുകൾ ഇല്ല. അവരുടെ കൂട്ടത്തിൽ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞു നടക്കുന്നവരില്ല. അവരുടെ കൂട്ടത്തിൽ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരില്ല. അവരുടെ കൂട്ടത്തിൽ അനാവശ്യ സംസാരക്കാരില്ല. അവരുടെ ജീവിതശൈലി അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഉറച്ച ഈമാനുള്ളവർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ടത് പോലെ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കേണ്ടത് പോലെ മുഹമ്മദ് നബിയെ കൊണ്ടും വിശ്വസിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ വിഷയവും 100% വിശ്വസിച്ചു.
ചിലർക്കൊരു തെറ്റിദ്ധാരണ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാൻ എന്നാൽ അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് തിരിച്ചു പോയ ആളുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്ന പുരുഷനും ആമിന എന്ന സ്ത്രീക്കും കൂടി മുഹമ്മദ് എന്നൊരു കുട്ടി ജനിച്ചിരുന്നു എന്ന് വിശ്വസിച്ച മുഹമ്മദ് നബി കൊണ്ട് വിശ്വസിക്കലാവും തെറ്റിദ്ധരിച്ചു പോയ ചില ആളുകൾക്കുണ്ട്. അതുകൊണ്ട് വിശ്വാസമാവില്ല. അങ്ങനെയാണെങ്കിൽ അബൂജഹലൊക്കെ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണെന്ന് പറയേണ്ടി വരും. അബൂജഹൽ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല, ഉത്ബത്ത് അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല, ശൈബത്ത് അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ മക്കയിലുള്ള മുശ്രിക്കീങ്ങളൊന്നും അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും വിശ്വസിച്ചിട്ടില്ല. ഏകദേശം പുത്തൻവാദികളും തോറ്റുപോയത് അവിടെയാണ്. അതായത് അവർ മനസ്സിലാക്കി ആകാശവും ഭൂമിയൊക്കെ പഠിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അബൂജഹലിനെ പോലത്തെ ആളുകൾ അത് അള്ളയാണെന്ന് പറയുന്നു ഖുർആനിലുണ്ട്. അപ്പൊ അവർ മനസ്സിലാക്കി അവരൊക്കെ ശരിക്കും അള്ളാഹുവിൽ വിശ്വസിച്ചവരാണെന്ന് മനസ്സിലാക്കി. അള്ളയാണെന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കലാവില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുകയാണെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചാലേ അള്ളാഹുവിൽ വിശ്വസിക്കലാവുള്ളൂ. 20 വാജിബായ സിഹത്തും 20 മുസ്തഹീലായ സിഹത്തും 1 ജായിസായ സിഹത്തും നമ്മുടെ മദ്രസയിലുള്ള കുട്ടികൾക്ക് നാം അഖീദ പഠിപ്പിക്കാറുണ്ട്. ആ നിലയ്ക്ക് അല്ലാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് അല്പം വിശദീകരിക്കാം. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയിൽ വിശ്വസിക്കലാവും. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചു, അതുകൊണ്ട് അയാൾ ജമാഅത്ത് ഇസ്ലാമിൽ വിശ്വസിച്ച ആളാണ് നമ്മൾ പറയും. ജമാഅത്ത് ഇസ്ലാമി എന്നൊരു സംഘടന ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിൽ വിശ്വസിച്ച ആളാവില്ല. മുജാഹിദ് എന്നൊരു സംഘടന ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചതുകൊണ്ട് അയാൾ മുജാഹിദിനെ വിശ്വസിച്ച ആളാവോ? ഇല്ല. ഹിന്ദുമതം എന്നൊരു മതം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹിന്ദുമതത്തിൽ വിശ്വസിച്ച ആളാവോ? ഇല്ല. ഇതുപോലെ അബ്ദുള്ള എന്ന പുരുഷനും ആമിന എന്ന പെണ്ണിനും കൂടി മുഹമ്മദ് എന്നൊരു കുട്ടി ജനിച്ചിരുന്നു എന്ന് അബൂജഹൽ നന്നായിട്ട് അറിയാം. കാരണം മൂപ്പരെ ശരിക്കും കണ്ടല്ലേ, ആളെ കണ്ടല്ലേ, നേരെ കണ്ടല്ലേ. ഉത്ബത്ത് കണ്ടിരുന്നു, ശൈബത്ത് കണ്ടിരുന്നു, അബൂലഹബ് കണ്ടിരുന്നു. അബൂലഹബിന് നന്നായിട്ട് പ്രസവിച്ച ഡേറ്റ് വരെ അറിയാം. സഹോദരനായ അബ്ദുള്ളാക്ക് മുഹമ്മദ് എന്നൊരു കുട്ടി ജനിച്ചു എന്ന് അബൂലഹബിന് നന്നായിട്ട് അറിയാം. പക്ഷേ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആളാണോ അബൂലഹബ്? മുഹമ്മദ് എന്നൊരാളുണ്ട് എന്ന് വിശ്വസിച്ചതുകൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കലാവൂല. മറിച്ച് അല്ലാഹു പറഞ്ഞേച്ച ആളാണ്, അല്ലാഹുവിന്റെ ദൂതരാണ് എന്ന് മനസ്സിലാക്കി ഇയാള് നമ്മളെ പോലെയല്ല, നമ്മളെ കുടുംബത്തിൽ ജനിച്ച മറ്റുള്ളവരെ പോലെയല്ല, മക്കത്ത് ജനിച്ച വേറുള്ള മനുഷ്യന്മാരെ പോലെയല്ല, ഇയാൾ ഒരു അസാധാരണ മനുഷ്യനാണ്. ഈ വ്യക്തി ഒരു സാധാരണ മനുഷ്യൻ അല്ല. ഈ വ്യക്തിക്ക് മലക്കുമായി ബന്ധപ്പെടാൻ പറ്റുന്ന പ്രകൃതിയുള്ള ആളാണ്. ഈ വ്യക്തി ഒരു സാധാരണ പ്രകൃതിയുള്ള ആളല്ല. കണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്ന ആളാണ്, ജിബ്രീലിന്റെ ശബ്ദം കേൾക്കുന്ന ആളാണ്, ജിബ്രീലുമായി ബന്ധപ്പെടുന്ന ആളാണ്. അങ്ങനെ സാധാരണ കാഴ്ച മാത്രം അല്ല, സാധാരണ കേൾവി മാത്രം അല്ല, സാധാരണ അറിവ് മാത്രം അല്ല, സാധാരണ കഴിവ് മാത്രം അല്ല. നമുക്കില്ലാത്ത അറിവും നമുക്കില്ലാത്ത കാഴ്ചയും നമുക്കില്ലാത്ത കേൾവിയും നമുക്കില്ലാത്ത കഴിവുമൊക്കെ നൽകപ്പെട്ട അസാധാരണ മനുഷ്യനോട് ഈ മഹാനെന്നും ഈ മഹാൻ അല്ലാഹു തആല പറഞ്ഞേച്ച ആളാണെന്നും വിശ്വസിക്കാതെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് എന്നോ ഒരു ചെറുപ്പക്കാരനുണ്ടെന്നോ ആ മുഹമ്മദ് എന്ന കുട്ടി മക്കയിൽ ജനിച്ചിട്ടുണ്ടെന്നോ വിശ്വസിച്ചത് കൊണ്ട് ഒരാളും മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരല്ല. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ അബൂലഹബ് മുഹമ്മദ് എന്ന കുട്ടി, മുഹമ്മദ് എന്നൊരു കുട്ടി എന്റെ സഹോദരന് ജനിച്ചിട്ടുണ്ടെന്നും ആ മുഹമ്മദാണ് ഇപ്പോൾ ഈ ജനങ്ങളെയൊക്കെ നിസ്കരിക്കണം, നോമ്പെടുക്കണം, കള്ളു കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്നുമൊക്കെ അബൂലഹബിനെ നന്നായി അറിയാം, അബൂജഹലിനെ അറിയാം, ഉത്ബത്തിന് അറിയാം. പക്ഷേ അതുകൊണ്ട് അവർ മുഅ്മിനായിട്ടില്ല, നബിയെ കൊണ്ട് വിശ്വസിച്ചവരായിട്ടില്ല. അവ മുഹമ്മദ് എന്നൊരാളുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കൽ അല്ല. ഇതേപോലെ തന്നെ നിങ്ങൾ കാണണം, ആകാശവും ഭൂമിയൊക്കെ പടച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് അല്ലാഹുവാണ് എന്ന് പറയുന്നത് കൊണ്ട് ആ പറയുന്നവർ അല്ലാഹുവിൽ വിശ്വസിച്ചവർ അല്ല. അല്ലാഹുവിൽ വിശ്വസിച്ചവരാകണമെങ്കിൽ അല്ലാഹു മൗജൂദും ഖദീമും ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി
قيامه بالنفس وحدانيا منزه أوصافه ثانيا وقدرة إرادة سمع بصر. ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുമ്പോൾ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം പോരാ. അവൻ തുടക്കമില്ലാത്തവനാണെന്ന് വിശ്വസിക്കണം പോരാ. അവൻ നശിക്കലില്ലാത്തവനാണെന്ന് വിശ്വസിക്കണം പോരാ. അവൻ സ്വയം കഴിവുള്ളവനും സ്വയം നിലനിൽപ്പുള്ളവനുമാണ്. അവൻ മറ്റൊന്നിലേക്കും ആവശ്യമില്ലാത്തവനാണെന്ന് വിശ്വസിക്കണം പോരാ. അവൻ എല്ലാ നിലക്കും ഏകനാണ്. അവന് ഒരിക്കലും കൂറുകാരൻ ഇല്ല. അതുപോലെ തന്നെ അവനൊരു സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല, ഒരു വ്യക്തിയിലേക്ക് ആവശ്യം ഇല്ല. അവന്റെ ദാത്ത് അവൻ ഏകനാണ്. അവനെ പോലെ വേറെ ഒരു സത്ത ഇല്ല. അതുപോലെ അവന്റെ വിശേഷണം പോലെ വിശേഷണമുള്ള വ്യക്തികൾ ഇല്ല. അവന്റെ പ്രവൃത്തി പോലെ വേറെ പ്രവർത്തനം ഇല്ല. അങ്ങനെ എല്ലാ നിലക്കും അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് അവൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കണം. അവൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യവും നടക്കുകയില്ല എന്ന് വിശ്വസിക്കണം. അവനെല്ലാം കാണുന്നവനാണെന്ന് വിശ്വസിക്കണം. അവനെല്ലാം കേൾക്കുന്നവനാണെന്ന് വിശ്വസിക്കണം. അത് തന്നെ നമ്മൾ കാണുന്നത് പോലെ അല്ല, മലക്കുകൾ കാണുന്നത് പോലെ അല്ല, അമ്പിയാക്കൾ കാണുന്ന പോലെ അല്ല, ഔലിയാക്കൾ കാണുന്ന പോലെ അല്ല, യന്ത്രങ്ങളിലൂടെ കാണും പോലെ അല്ല. അതെല്ലാം അള്ള കൊടുക്കുന്ന കാഴ്ചയാണ്. മലക്കുകളുടെ കാഴ്ചയും അമ്പിയാക്കളെ കാഴ്ചയും ഔലിയാക്കളെ കാഴ്ചയും യന്ത്രങ്ങൾ മുഖേനയുള്ള കാഴ്ചയും തന്ത്രങ്ങൾ മുഖേനയുള്ള കാഴ്ചയും മന്ത്രങ്ങൾ മുഖേനയുള്ള കാഴ്ചയും എല്ലാം അല്ലാഹു തആല കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റേതെല്ലാം സ്വന്തമായി ഉള്ളതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ ചെറിയ കുട്ടികൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന 20 വാജിബായ സിഫത്തും ഒരു 20 മുസ്തഹീലായ സിഫത്തും ഒരു ജായിസായ സിഫത്തും പഠിക്കാറുണ്ട്. അതെല്ലാം ഉള്ളവനാണ് അല്ലാഹു എന്ന് വിശ്വസിക്കണം. അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ വിശ്വസിക്കലാവില്ല. അല്ലാഹു മുഹമ്മദ് നബി മുഹമ്മദ് ഒരാളുടെ മുഹമ്മദ് നബി വിശ്വസിക്കലാവും. അല്ലാഹുവിന്റെ സർവവിശേഷണങ്ങളും അഥവാ പരിപൂർണതയുടെ മുഴുവൻ വിശേഷണങ്ങളും ഒത്തിണങ്ങിയവനാണവൻ. ന്യൂനതയുടെ ഒരു വിശേഷണവും ഇല്ലാത്തവനാണവൻ എന്നതിലേക്ക് അല്ലാഹുവിനെ അറിയുകയും വിശ്വസിക്കുകയും വേണം. അപ്പൊ അബൂജഹൽ അല്ലാഹുവിനെ വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. അബൂജഹൽ അല്ലാഹുവിനെ വിശ്വസിച്ചിട്ടില്ല. ഉത്ബത്ത് ശൈബത്ത് അബൂജഹൽ അല്ലാഹുവിനെ വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അല്ലാഹുവിനെ വിശ്വസിക്കലാവില്ല. നിങ്ങൾ നോക്കൂ, ഒരാളോട് ചോദിച്ചു, കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു. അവർ ചോദിച്ചു, അതെവിടെയാണ്? അത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടാണ്. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ആണ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു. അവൻ മെഡിക്കൽ കോളേജിൽ വിശ്വസിച്ചവനാണോ വിശ്വസിക്കാത്തവനാണോ? അവൻ PVS ഹോസ്പിറ്റലിലാണ് വിശ്വസിച്ചത്. പക്ഷെ അതിന് മെഡിക്കൽ കോളേജിന് പേരിട്ടതാണ്. സംഗതി അവൻ വിശ്വസിച്ചത് PVS ഹോസ്പിറ്റലിലാണ്. അവൻ അതിന് പേര് വിളിച്ചത് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അവൻ മെഡിക്കൽ കോളേജിൽ വിശ്വസിച്ചവനല്ല. കൊയിലാണ്ടിയിൽ തന്നെ ഒരു സ്ഥലമുണ്ടോ ചോദിച്ച ഒരാളോട് ഉണ്ട് എന്ന് പറയും. എവിടെയാണ്? അത് മലപ്പുറത്തിന്റെയും കോഴിക്കോട്ടിന്റെയും അടുക്കാണ്. അയാൾ കൊയിലാണ്ടിയിൽ വിശ്വസിച്ച ആളാണ്. അയാൾ കുണ്ടോട്ടിയിൽ വിശ്വസിച്ച ആളാണ്. കുണ്ടോട്ടിക്ക് കൊയിലാണ്ടിയിൽ പേര് വെച്ചതാണ്. അപ്പൊ അയാൾ കൊയിലാണ്ടിയിൽ വിശ്വസിച്ച ആളെന്ന് അയാളെപ്പറ്റി പറഞ്ഞുവിടാ. ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ മഖാം ശിരിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞു, കഫറൂ ബിറബ്ബിഹിം വഹും യക്ഫുറൂന ബിർറഹ്മാൻ അല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി കഫറൂ ബില്ലാഹി വറസൂലിഹി
അല്ലാഹുവിനെയും റസൂലിനെയും നിഷേധിച്ചവരാണവർ, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കാത്തവരാണവർ എന്നല്ലാതെ ഒരിക്കലും അല്ലാഹു തആല അവന്റെ ഖുർആനിൽ അബൂജഹലിനെ പറ്റിയോ ഉത്ബത്തിനെ പറ്റിയോ സൈബത്തിനെ പറ്റിയോ ആമനൂ ബില്ലാഹി വ റസൂലിഹി അല്ലാഹുവിനെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചവർ അല്ലാഹു ഒരിക്കലും പറഞ്ഞില്ല. വിശ്വസിക്കാത്തവർ, കാരണം അവർ അല്ലാഹുവിനല്ല വിശ്വസിച്ചത്, വേറെ എന്തോ ഒന്നിന് അല്ലാഹുവിനെ പേരിട്ടതാണ്. എന്തേ നിങ്ങൾ നോക്കൂ, അള്ളണ്ട് എന്ന് വിശ്വസിച്ചതോടുകൂടി തന്നെ അവര് വിശ്വസിച്ചു അള്ളാഹ് കൂറുകാരനുണ്ട്. അപ്പൊ കൂറുകാരനുള്ള ഒരല്ല, അങ്ങനെ ഒരു അല്ല യഥാർത്ഥത്തിലുണ്ടോ? കൂറുകാരനുള്ള അല്ലുണ്ടോ? കൂറുകാരനില്ലാത്തവനായിട്ടേ അള്ളുള്ളൂ. അപ്പൊ കൂറുകാരനുള്ള അള്ളാഹ് ഒരാളില്ലാതെ ഇല്ലാത്തൊന്നിനാണ് വിശ്വസിച്ചത്, ഉള്ളതിൽ വിശ്വസിച്ചിട്ടില്ല. ഉള്ള അള്ളാഹു കൂറുകാരനില്ലാത്തവനാണ്. വിശ്വസിച്ചതോ കൂറുകാരനുള്ള ഒരാളിലുമാണ്, അത് അള്ളല്ലാനും. അപ്പൊ യഥാർത്ഥത്തിൽ മഖാം ശിരിക്കുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ അവർ കഫറു ബില്ലാഹി, അവർ അല്ലാഹുവിനെ കൊണ്ട് അവിശ്വസിച്ചവരാണ്, വിശ്വസിച്ചവർ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാലിക ബിഅന്നഹും കഫറു ബില്ലാഹി വ റസൂലിഹി, അവർ അല്ലാഹുവിലും റസൂലിലും അവിശ്വസിച്ചവരാണ്. എന്താ കാരണം? അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തത്വം അവർ വ്യക്തമായി അംഗീകരിക്കുമായിരുന്നു. പക്ഷേ ഒരൊറ്റ മുശ്രിക്കും അത് അംഗീകരിച്ചില്ല. അവരുടെ സ്വഭാവം ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ وقالوا ويقولون أئنا لتاركو آلهتنا لشاعر مجنون. അല്ലാഹു പറയുന്നു, മക്കയിലുള്ള മുശ്രിക്കീങ്ങളോട് പറയപ്പെട്ടാൽ, എന്ത് പറയപ്പെട്ടാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല എന്ന് പറയപ്പെട്ടാൽ യസ്തക്ബിറൂൻ, അവർ കിബിർ കാണിക്കും, അതവർ അംഗീകരിക്കൂല. അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്നത് മക്കയിലെ മുശ്രിക്കീകൾ അവരോട് പറഞ്ഞാൽ അവരത് അംഗീകരിക്കാറില്ല. വയഖൂലൂന ഇന്നാ ലതാരികൂ ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ, അവര് പറയും ഞങ്ങൾക്ക് കുറെ ദൈവങ്ങൾ ഉണ്ട്, ഇലാഹുകൾ ഉണ്ട്, ആ ഇലാഹുകളെ ഞങ്ങൾ ഒരു പാട്ടുകാരനായ, നല്ല സുഖമില്ലാത്ത രോഗിയായ പാട്ടുകാരനായ ആ മുഹമ്മദിന് വേണ്ടി ഞങ്ങളെ ദൈവങ്ങളെ കൈയൊഴിക്കുകയോ, അതിന് ഞങ്ങളെ കിട്ടൂല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവർ അംഗീകരിച്ചില്ല, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതും അംഗീകരിച്ചില്ല. മുഹമ്മദ് എന്നൊരാളുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്, പക്ഷേ അത് അള്ളാന്റെ റസൂലായ മുഹമ്മദാണെന്ന് അംഗീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെ പറഞ്ഞത്? ലിശാഇരിൻ മജ്നൂൻ, ഒരു സുഖമില്ലാത്ത പാട്ടുകാരൻ, സുഖമില്ലാത്ത പാട്ടുകാരൻ എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവർ പറഞ്ഞത്. മുഹമ്മദ് എന്നൊരാളുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ആ മുഹമ്മദ് മക്കയിലാണ് ജനിച്ചത് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ആമിനെയാണ് പ്രസവിച്ചത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അബ്ദുള്ളയാണ് ആ കുട്ടിയുടെ പിതാവ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ആ വ്യക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി ഉൾക്കൊള്ളുന്ന മഹത്വത്തിൽ വിശ്വസിക്കുന്നില്ല. അത് റസൂലാണെന്ന് വിശ്വസിക്കുന്നില്ല. മറിച്ച് ലിശാഇരിൻ മജ്നൂൻ, സുഖമില്ലാത്ത പാട്ടുകാരനാണ് മുഹമ്മദ് എന്നാണ് മുശ്രിക്കീങ്ങൾ പറയുന്നത്. അപ്പോൾ മുശ്രിക്കീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും അംഗീകരിച്ചില്ല, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതും അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവര് മുശ്രിക്കുകളായി, അവര് കാഫിറുകളായി, സത്യത്തെ നിഷേധിക്കുന്നവരായി. അതേ സമയത്ത് സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ ആശയം അംഗീകരിക്കുന്നവരാണ് സത്യവിശ്വാസി എന്ന് നമ്മൾ പറയുന്നത്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞയച്ച മഹാനാണ്, അല്ലാഹു പറഞ്ഞയച്ച ദൂതരാണ്. ഇത് അംഗീകരിക്കുന്നവരാണ് സത്യവിശ്വാസി. സഹോദരന്മാര്, ഞാൻ വളരെ ചുരുക്കി പറയുന്നു, മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ
അവർ വിശ്വസിച്ചു അല്ലാഹുവിന് കൂറുകാരുണ്ട്, അല്ലാഹുവിന് കൂറുകാരുണ്ട്, അല്ലാഹു ഒറ്റക്കല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന് അവന്റെ കഅബ ശരീഫ് തവാഫ് ചെയ്യുന്ന സമയത്ത് മക്കാ മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലുന്നു. എങ്ങനെ ചൊല്ലുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിനക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു. ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. മുശ്രിക്കുകളെ തൽബിയത്താണ്. നമ്മളെ സുന്നികൾ തൽബിയത്ത് ചെല്ലാറുണ്ട്. സുന്നികളെ തൽബിയത്ത് എങ്ങനെയാണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിനക്ക് ഉത്തരം ചെയ്യുന്നു, വീണ്ടും ഉത്തരം ചെയ്യുന്നു. ലാ ശരീക ലക, നിനക്ക് ഒരു വിഷയത്തിലും ഒരു കൂറുകാരും ഒരു നിലക്കും ഇല്ല. ഒരു നിലക്കും ഒരു കൂറുകാരും ഒരു വിഷയത്തിലും നിനക്കില്ല. നിനക്ക് കൂറുകാരുടെ പങ്കുകാരുടെ പ്രശ്നമേ ഇല്ല. ലാ ശരീക ലക. അത് സുന്നികളെ തൽബിയത്താണ്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ അബൂജഹലിന്റെ ദൈവത്തെ ചീത്ത പറയണ്ട കേട്ടോ. എന്താ കാരണോ? അപ്പൊ അബൂജഹല് വിവരല്ലാതെ അള്ളാനെ തിരിച്ച് ചീത്ത പറയും കേട്ടോ. അള്ളാനെ ചീത്ത പറയും. അപ്പൊ ബിലാൽ മോഹനോട് വെറുപ്പിടിച്ചാല്, സുദീഖുൽ അക്ബർ റളിയല്ലാഹുവിനോട് വെറുപ്പിടിച്ചാല് അബൂജഹൽ ഈ തറയിലായിരിക്കും അള്ളാനെ തന്നെ. കാരണം ഇതാ അള്ളാനെ ഒരു പേടിയില്ല. മുഖ്യമന്ത്രിന്റെ മറ്റേ മന്ത്രിന്റെ അനുയായികൾക്ക് പേടിയില്ലാത്തതുപോലെ അല്ലാഹുവിനെ ഒരു പേടിയും ഈ മക്കാ മുശ്രിക്കുകൾക്കില്ല. എന്തുകൊണ്ടില്ല? പടച്ചോൻ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ ദൈവത്തിന്റെ കൂറില്ലാതെ പടച്ചവന് സ്വന്തത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. അഥവാ അല്ലെങ്ങാനും നമ്മക്കെതിരെ നിന്നാൽ അള്ളാനെ മറച്ചിടാൻ മാത്രം കഴിവുള്ള ഒരു പുറണ്ട്. ഇതാണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ധൈര്യത്തിൽ അവർ അല്ലാഹുവിനെ ചീത്ത പറയാനൊരുങ്ങിയത്. ഖുർആനാണിത് പറഞ്ഞത്. അല്ലാഹുവിനെ ചീത്ത പറയുന്നവരാണവർ എന്ന് മാത്രമല്ല, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്നവരോട് അവർക്ക് വെറുപ്പാണ്. അതുകൊണ്ടല്ലേ വമാ നഖദൂ മിൻഹും ഇല്ലാ അയ്യുമിനൂ ബില്ലാഹിൽ അസീസുൽ ഹമീദില്ലദീ ലഹു മുൽകുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ അധികാരം പൂർണ്ണമായി ഉള്ള അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരോട് അവർക്ക് വലിയ വെറുപ്പായി പോയി. അവരവരുടെ പേരിൽ നടപടി സ്വീകരിച്ചു പോയി. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചൊരു മതിപ്പും ഇല്ല. മറിച്ച് അള്ളാഹ്ക്ക് കുറച്ച് കൂറുകാരുണ്ട്. ആ കൂറുകാര് വിചാരിച്ചതിന്റെ അപ്പുറം അനക്കാൻ അള്ളാഹുവിനാവൂല എന്ന വിശ്വാസമായിരുന്നു മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇനി ഒന്നും കൂടി മനസ്സിലാക്കിക്കോ. ഇക്കാരണം കൊണ്ടാണ് മുശ്രിക്കുകളോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾ എന്തിനാണ് ഈ ദൈവങ്ങൾക്ക് ലാത്തക്കും മെസ്സൊക്കെ ആരാധിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിച്ചൂടെ എന്ന് പറയുമ്പോ മക്കാ മുശ്രിക്കുകളെ മറുപടി കൊടുക്കും. ഇതൊരു വലിയ വിഷയമാണ്. സാധാരണക്കാർ ശരിക്കും മനസ്സിലാക്കണം. ഏകദേശം ആളുകളും പിഴച്ചു പോയത് ഇവിടെയാണ്. ഈ വിഷയം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഹിദായത്ത് ഇത് അൽ ഹിദായയാണ്. അതുകൊണ്ട് ഹിദായത്ത് നിലനിർത്തും. മക്കാ മുശ്രിക്കുകൾ അവർ ലാത്തയെയും ഉസ്സയെയും ഒക്കെ ആരാധിക്കുമ്പോൾ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇതിനെ ആരാധിക്കുന്നത്? അള്ളാഹുവിനെ ആരാധിച്ചൂടെ? അപ്പൊ അവരെ മറുപടി, നിങ്ങളെ പറയുന്ന വലിയ അള്ളണ്ടല്ലോ, ആ അള്ളാഹ്ക്ക് ആരാധിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله. പടച്ചവന് ആരാധിക്കേണ്ട ഒരാവശ്യവും ഇല്ല. എന്തുകൊണ്ടില്ല? അവരെ ന്യായമാണ്. അവർ പറയാണ്, ഞങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവങ്ങളുണ്ടല്ലോ, ആ ദൈവങ്ങൾ ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പടച്ചവനോട് ചോദിച്ചിങ്ങ് വാങ്ങിത്തരും. അതിന് മാത്രം കെൽപ്പുള്ളവരാണ് ഞങ്ങളെ ദൈവങ്ങൾ. കൊണ്ട് അള്ളാഹനെ ആരാധിക്കേണ്ട ആവശ്യം ഇല്ല. ഇതിനെ ആരാധിച്ചാൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവരങ്ങ് വാങ്ങിത്തരും. ഏതുപോലെ
നമ്മൾ കരുണാകരന്റെ കൊടി പിടിക്കേണ്ട ആവശ്യമില്ല. ലീഗിന്റെ കൊടി പിടിച്ചാൽ തന്നെ ഞങ്ങൾക്ക് വേണ്ട ഒപ്പൊക്കെ കുഞ്ഞാലിക്കുട്ടി വാങ്ങിത്തരുമെന്ന് ലീഗുകാരൻ വിശ്വസിക്കുന്നത് പോലെ സഹോദരന്മാർ, അതായത് കൂറാണ്, ഭരണം കൂറാണ് എന്ന വിശ്വാസത്തിൽ വരുന്ന ആ ഒരു വിശ്വാസം പോലെ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചുപോയി. പടച്ചവന്റെ അടുക്കത്ത് എന്ത് വേണമെങ്കിലും ഞങ്ങളെ ദൈവങ്ങൾ കണ്ണുരുട്ടിയാൽ പടച്ചവൻ പേടിക്കാതിരിക്കൂല. ഞങ്ങളെ ദൈവങ്ങളൊന്ന് കണ്ണുരുട്ടിയാൽ പടച്ചോ 100 കൊടുക്കും. ഇല്ലെങ്കിൽ കരുണാകരനെ പറഞ്ഞ പോലെ പറഞ്ഞേക്കൂ. കേരളം തിരുവനന്തപുരത്ത് ചിലപ്പോ ഡൽഹിയിലേക്ക് ചിലപ്പോൾ ഒരിക്കലുണ്ടാവില്ല. ആ രൂപത്തിൽ ഞങ്ങളുടെ ദൈവങ്ങൾ പടച്ചവന്റെ കൂറുകാരാണെന്ന വിശ്വാസം മക്കാ മുശ്രിക്കുകൾക്കുണ്ടായി. ആ വിശ്വാസപ്രകാരം പടച്ചവന്റെ കൂറുകാർ എന്ന നിലക്ക് അള്ളാഹുവിനോട് ഇവന് റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ച ഈ വിശ്വാസം കടുത്ത ശിർക്കാണ്, കടുത്ത കുഫറാണ്. ആ കുഫറോടുകൂടെ ജീവിച്ച് മരിച്ചിട്ട് ആഖിറത്തിലെത്തുന്ന സമയത്ത് അബൂജഹലിന് ശുപാർശ ചെയ്യാൻ ലാത്തനെ കാണുന്നില്ല, ഉസ്സനെ കാണുന്നില്ല, മനത്തെ കാണുന്നില്ല. അപ്പൊ അള്ളാന്റെ ചോദ്യം, വമാ നറാ മഅകും ശുഫാഅകുമുൽ ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ. ഓ അബൂജഹലേ, ഉത്ബത്തെ, ശൈബത്തെ, നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് പടച്ചവരോട് ഞങ്ങളെ ദൈവങ്ങള് ഞങ്ങൾ പടച്ചവനുമായിട്ട് കൂറാണ്, അതുകൊണ്ട് കൂറുകാര് പറഞ്ഞാൽ മറ്റേ കൂറുകാരന് കേൾക്കാണ്ടിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് പടച്ചവനോട് ഞങ്ങളെ ദൈവങ്ങൾക്ക് വാങ്ങിത്തരും എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്. ആ കൂറുകാരാണ് എന്ന് പറഞ്ഞ ഈ നിങ്ങളുടെ ശുപാർശക്കാരൊക്കെ എവിടെ എന്ന് അള്ളാഹു ചോദിക്കുന്ന സമയത്ത് അബൂജഹലിന് മറുപടിയില്ല, ഉത്ബത്തിന് മറുപടിയില്ല, ശൈബത്തിന് മറുപടിയില്ല. കാരണം പടച്ചവന് കൂറുകാരില്ല. സഹോദരന്മാരെ, അള്ളാഹുവിന് കൂറുകാരുണ്ടെന്ന് വിശ്വസിച്ചു മക്കാ മുശ്രിക്കുകൾ. കൂറുകാരെന്ന നിലക്ക് റെക്കമെൻഡുണ്ടെന്നും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവരെല്ലാം തൗഹീദിന്റെ അപ്പുറത്ത് മുശ്രിക്കായി പോയി, അവരവിശ്വാസികളായി പോയി. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം അംഗീകരിക്കാതെ പടച്ചവന് കൂറുകാരുണ്ടെന്ന് വിശ്വസിച്ച ഈ മുശ്രിക്കുകളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്തുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹരില്ല, വഹ്ദഹു അല്ലാഹു ഒരുവനാണ്, ലാ ശരീക ലഹു അല്ലാഹുവിന് കൂറുകാരനേ ഇല്ല, ലഹുൽ മുൽക്കു അല്ലാഹുവിന് മാത്രമാണ് അധികാരം, വലഹുൽ ഹംദു അവന് മാത്രമാണ് സർവസ്തുതിയും, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടി, മുശ്രിക്കാക്കാൻ വേണ്ടി ഇപ്പോൾ കുറെ കക്ഷികൾ ഭൂവിലോകത്തിറങ്ങിയിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹുവിന് കൂറുകാരുണ്ടെന്നും കൂറുകാരെന്ന നിലക്ക് അള്ളാഹുവിനോട് ചോദിച്ച് കണ്ണുരുട്ടി വാങ്ങിത്തരുമെന്നും ദൈവങ്ങളെ കുറിച്ച് വിശ്വസിച്ചിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ കിബിറ് കാണിക്കുന്ന, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ മുഹമ്മദ് പാട്ടുകാരനാണെന്ന് പറയുന്ന ആ വിഭാഗത്തെ സംബന്ധിച്ച് ഖുർആനിൽ വന്ന ആയത്തുകൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നതിന്റെ പുറമേ അല്ലാഹുവിനെ സംബന്ധിച്ച് അവൻ ഏകനാണ്, അവന് കൂറുകാരനില്ല, അവനാണ് സർവസ്തുതിയും. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് ഏത് അനുഗ്രഹം നിങ്ങൾക്ക് എങ്ങനെ ആരിൽ നിന്ന് എപ്പോൾ എത്ര കിട്ടിയാലും അത് അല്ലാഹുവിൽ നിന്നാണെന്നും അതിന്റെ പുറമേ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല ഈ ഭൂമിലോകത്ത് മനുഷ്യര് അല്ലെങ്കിൽ ആഖിറത്തിൽ മനുഷ്യന് എന്ത് ഖൈർ കിട്ടിയാലും എന്ത് ശർറ് കിട്ടിയാലും മിനല്ലാഹി തആല അതൊക്കെ അല്ലാഹുവിൽ നിന്നാണ്.
പടച്ചവരല്ലാതെ കൊടുക്കുന്നവനില്ല, അള്ളയല്ലാതെ തടയുന്നവനില്ല, അള്ളയല്ലാതെ ഉപകാരം ചെയ്യുന്നവനില്ല, അള്ളയല്ലാതെ ഉപദ്രവം ചെയ്യുന്നവനില്ല. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അള്ളയാണ്. അല്ലാഹു തആല അവൻ കൊടുക്കുന്നത് ചിലപ്പോൾ നേരിട്ട് കൊടുക്കും, ചിലപ്പോൾ യന്ത്രം മുഖേന കൊടുക്കും, ചിലപ്പോൾ തന്ത്രം മുഖേന കൊടുക്കും, ചിലപ്പോൾ മരുന്ന് മുഖേന കൊടുക്കും, ചിലപ്പോൾ ഡോക്ടർ മുഖേന കൊടുക്കും, ചിലപ്പോൾ ഔലിയാക്കൾ മുഖേന കൊടുക്കും, ചിലപ്പോൾ അമ്പിയാക്കൾ മുഖേന കൊടുക്കും, ചിലപ്പോൾ മലക്കുകൾ മുഖേന കൊടുക്കും, ചിലപ്പോൾ ജിന്നുകൾ മുഖേന കൊടുക്കും, ചിലപ്പോൾ മനുഷ്യന്മാർ മുഖേന കൊടുക്കും. അള്ളാഹുവിന്റെ കൊടുതി അവന്റെ ഇഷ്ടം പോലെ അവൻ കൊടുക്കും. പക്ഷേ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അവനല്ലാതെ ഉപകാരം ചെയ്യുന്നവനില്ല, അവനല്ലാതെ ഉപദ്രവം ചെയ്യുന്നവൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ഖൈറായ കാര്യമായാലും ശരി, ശർറായ കാര്യമായാലും ശരി, ഒക്കെ മിനല്ലാഹി തആല, അല്ലാഹുവിൽ നിന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. ഇപ്പൊ എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. അപ്പൊ ഞാനിവിടെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വെള്ളം വേണം. ഉറങ്ങല്ല, കുടിക്കാൻ വെള്ളം വേണം. വെള്ളം തരണമെന്ന് പറഞ്ഞു. വെള്ളം തരണമെന്ന് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന മുസ്ലിയാരോട്, മദനീനോടാ പറഞ്ഞത്. വെള്ളം തരണം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വെള്ളം അല്ലേ തരുള്ളൂ. പിന്നെ അയാളോട് എന്തിനാ പറഞ്ഞത്? അയാളോട് പറഞ്ഞത് അള്ളാഹ് നിശ്ചയിച്ച കാരണം എന്ന നിലക്ക് അയാളോട് പറഞ്ഞതാണ്. തരുന്ന അള്ളയെ ഞാൻ വിശ്വസിക്കും, ഉറച്ചു വിശ്വസിക്കുന്നത് മാത്രമേ എനിക്ക് വെള്ളം തരുള്ളൂ. പിന്നെ അയാളോട് പറഞ്ഞത് എനിക്ക് അള്ളാഹ് വെള്ളം തരാൻ അള്ളാഹ് നിശ്ചയിച്ച കാരണങ്ങൾ ഉണ്ട്, കാരണങ്ങളുമായി ബന്ധപ്പെടണം. രോഗം അള്ളയെ മാറ്റുള്ളൂ എന്ന് ഉറപ്പാണ്. എന്നാലും മെഡിക്കൽ കോളേജിൽ പോണോ? അല്ലെ പിന്നെ ഇതിവിടെ ഉണ്ടാക്കിക്കോ. രോഗം മാറ്റുന്ന അള്ളയെന്ന് ഉറപ്പാണ്. പക്ഷേ ആ രോഗം അള്ളാഹു മാറ്റുന്നതിന് കാരണങ്ങൾ ഉണ്ട്. കാരണങ്ങളുമായി ബന്ധപ്പെടണം, കാരണങ്ങളുമായി ബന്ധപ്പെടണം. കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. മരുന്ന് കുടിക്കുന്നതിന് രോഗം മാറാൻ മരുന്ന് രോഗം മാറ്റുമോ? ഇല്ല. രോഗം മാറ്റുന്നത് അള്ളാഹുവാണ്. പിന്നെ മരുന്ന് കൊടുക്കുന്നു, അത് അള്ളാഹ് നിശ്ചയിച്ച കാരണമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം എനിക്ക് കൊണ്ടുതന്നു. ആരോട് തന്നു? ആരോട് തന്നു? അള്ളാഹ് എനിക്ക് വെള്ളം തന്നു. എങ്ങനെ തന്നു? മദനി മുഖേന വെള്ളം തന്നു. വെള്ളം കിട്ടിയപ്പോ ഞാൻ കുടിക്കാൻ പോവാണ്. എങ്ങനെ കുടിക്കുന്നത്? എനിക്ക് അല്ലാഹ് വെള്ളം തന്നത് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ കുടിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി ഞാൻ കുടിക്കുന്നു. കാര്യം കൊണ്ടത്തന്നാക്കിയിട്ട് യാതൊരു അധികാരമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തന്നാളെ വേറെ ഞാൻ പറയേണ്ടത് എനിക്കെന്താ അള്ളയാണ്. ചോദിച്ചറിയാളോടാണ്, ചോദിച്ചറിയാളോടാണ്. എനിക്ക് തന്നത് അള്ളയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. സർവ്വസ്തുതിയും അള്ളാഹ്ക്കാണ്. വെള്ളം തന്നതിന് ഇയാൾക്കൊരു സ്തുതിയുമില്ല. സ്തുതിയൊക്കെ അള്ളാഹ്. എന്താ കാരണം? ഞാൻ മുസ്ലിമാണ്. മുസ്ലിമായ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അള്ളാഹു അല്ലാതെ കൊടുക്കുന്നവരില്ല, അള്ളയല്ലാതെ തടയുന്നവരില്ല. അതുകൊണ്ട് എന്റെതെല്ലാം അള്ളാഹു. അള്ളാഹു നിശ്ചയിച്ച കാരണം എന്ന നിലക്ക് ഞാൻ പല കാരണങ്ങളുമായി ബന്ധപ്പെട്ടു. കാരണം ഭൗതിക കാരണം ഉണ്ട്, അഭൗതിക കാരണം ഉണ്ട്. രണ്ടിലും വിശ്വസിച്ചോളണം. കണ്ണിന് സുഖമില്ലാത്ത ഒരാള് മെഡിക്കൽ കോളേജിൽ പോയി ഐ സ്പെഷ്യലിസ്റ്റിന് കാണിച്ചു. ഒരാഴ്ചത്തെ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഒരാഴ്ച മരുന്ന് കണ്ണിലുറ്റിച്ചതിന് ശേഷം വന്ന് വിവരം പറയണോ. അങ്ങനെ അതിന്റെ അർത്ഥം എന്താ സംഭവിക്കാൻ ഞാൻ അറിയില്ല. മരുന്ന് കൊടുത്ത ഡോക്ടർ പറയുന്നു ഒരാഴ്ച മരുന്നെത്തിച്ചതിന് ശേഷം വിവരം പറയണോ എന്ന് പറഞ്ഞാല് ഒരാഴ്ച കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ എനിക്കൊരു പിടുത്തമില്ല. വിവരങ്ങൾ വന്ന് പറയണോ. കണ്ടോ? അത് പറഞ്ഞ കാര്യം. എന്നാലും ഡോക്ടറെ തോന്നും. എന്നാലും നിങ്ങൾ നോക്ക്, അഭൗതിക കാരണം. പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുപോയി. ആ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ല, അങ്കമാലി പോയിട്ടില്ല, മധുരയിൽ പോയിട്ടില്ല. എന്ത് ചെയ്തു? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുപ്പായം എടുത്തു കൊടുത്തിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ. സഹോദരന്മാരെ, എന്റെ ഈ കുപ്പായം എടുത്ത് നിങ്ങൾ പോയിക്കോ, എന്നിട്ട് ബാപ്പന്റെ മുഖത്ത് കുപ്പായം കൊണ്ടുപോയി ഇട്ടോ. ഇതിനാ മുഖത്ത് കുപ്പായിടൽ സാധനം മോത്ത, കുപ്പായം മോത്ത കൊണ്ടിട.
കുപ്പായം സാധാരണ ശരീരത്തിലല്ലേ ഇടുക. ഇത് എന്നല്ല പറഞ്ഞത്, പറഞ്ഞത് എന്റെ വാപ്പന്റെ ശരീരത്തിൽ കൊണ്ടുപോയി കുപ്പായിടണോ എന്നല്ല പറഞ്ഞത്, ബാപ്പന്റെ മുഖത്ത് കൊണ്ടുപോയി കുപ്പായിട്ടോ. എന്തിനത് കുപ്പായിടം പറഞ്ഞത്? കണ്ണിന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചിട്ടാനാ. കണ്ണിന് കാഴ്ചിട്ടാൻ കുപ്പായം മുഖത്തിട്ടാലും കണ്ണിന് കാഴ്ചയുള്ളൂ തന്നെ മുഖത്ത് കുപ്പായിട്ട് അവന് തിരുള്ള ചെയ്യില്ലാണ്ടാവില്ല. എന്നാൽ എന്റെ ബാപ്പന്റെ മുഖത്ത് നിങ്ങൾ കൊണ്ടുപോയി കുപ്പായമിട്ടോ. കുപ്പായിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വിവരം പറയണോ എന്നറിഞ്ഞ അല്ല. കുപ്പായം നിങ്ങൾ ഇട്ടാ മതി, കാഴ്ച ഉണ്ടാകുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ബാപ്പ കാഴ്ചയുള്ളവനായി വന്നോളും. കണ്ടാ, മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് വിവരം പറയണോന്നാ. യൂസുഫിന് വിവരം പറയണോന്നൊന്നും പറയുന്നില്ല, കാഴ്ച ഉണ്ടായിക്കോളൂ എന്ന് മൂപ്പര് നേരത്തെ ഗ്യാരണ്ടിയാണ്. അതിന്റെ മേലാൽ വരുന്ന വിഷയം പറഞ്ഞവർ പിന്നെ വരുന്ന കാര്യം നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കൊണ്ട് മരുന്ന് കൊണ്ട് രോഗം മാറുമോ ഇല്ലേ എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. അതേ സമയത്ത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം നബിയായതുകൊണ്ട് തന്നെ അതാ അവിടുത്തെ പറയുന്ന എന്റെ കുപ്പായം കൊണ്ടുപോയിട്ടാൽ കാഴ്ച കിട്ടുമെന്ന് ഞാനിതാ ഗ്യാരണ്ടിയാണ്. അതേ സമയത്ത് ഖുർആൻ തന്നെ പറയുന്ന ആ കുപ്പായം കൊണ്ടുപോയി മുഖത്തങ്ങ് ഇട്ടപ്പോൾ കാഴ്ച ഉള്ളവനായി പോയി. ഇത് അഭൗതികമാണ്. കാരണം ഭൗതിക കാരണം, അഭൗതിക കാരണം. കാരണങ്ങൾ രണ്ട് നിലക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് രണ്ടിലും വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. അപ്പൊ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ മുഖേനയുള്ളത്, ഔലിയാക്കൾ മുഖേനയുള്ളത്, മലക്കുകൾ മുഖേനയുള്ളത് അതൊക്കെ അഭൗതികമാണ്. യന്ത്രങ്ങൾ മുഖേനയുള്ളത്, തന്ത്രങ്ങൾ മുഖേനയുള്ളത്, മരുന്നുകൾ മുഖേനയുള്ളത് അതൊക്കെ ഭൗതികമാണ്. മന്ത്രങ്ങൾ മുഖേനയുള്ളത്, ഔലിയാക്കളെ കറാമത്ത് മുഖേനയുള്ളത്, അമ്പിയാക്കളെ മുഅ്ജിസത്ത് മുഖേനയുള്ളത്, മഹാന്മാരെ ബറക്കത്ത് മുഖേനയുള്ളത് അതൊക്കെ അഭൗതികമാണ്. ഭൗതികം അഭൗതികം ഇങ്ങനെ രണ്ട് നിലക്കുള്ള കാരണങ്ങൾ അല്ലാഹു തആല അവൻ ഈ ഭൂമി ലോകത്ത് ചെയ്യുന്ന വിഷയങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ സംഗതിയെല്ലാം ചെയ്യുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹയല്ലാതെ ഖൈറും ശർറുമായ ഒരു കാര്യവും കൊടുക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നവനാണ്. ഈമാൻ കാര്യം ആരും അറിയാത്തൊരു മുസ്ലിമില്ല. ഈമാൻ കാര്യത്തിൽ ആറാമത്തത് വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ശർറുമായ ഏത് കാര്യമുണ്ടെങ്കിലും മിനല്ലാഹി തആല, അല്ലാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കാത്ത മുസ്ലിമില്ല. പക്ഷേ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളോട് വിരോധം വെച്ച് പുലർത്തുന്ന ചിലർ, അതിൽ ഒരുപാട് സാധാരണക്കാർ പെട്ടുപോയി. അല്ലാഹു അവർക്കൊക്കെ സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ. അമ്പിയാക്കൾ ഔലിയാക്കളോട് വിരോധം വെച്ച് പുലർത്തുന്ന ചിലർ, അവർക്ക് അമ്പിയാക്കൾ ഔലിയാക്കളെ ബഹുമതി അംഗീകരിക്കാൻ കഴിയില്ല. ആ കാരണം കൊണ്ട് അവരെന്ത് ചെയ്തു? അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവുകളെയും ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവുകളെയും അവർ ചോദ്യം ചെയ്തു കളഞ്ഞു. എന്നിട്ട് അമ്പിയാക്കൾ ഔലിയാക്കളോട് ശുപാർശ ചോദിക്കുന്നവർ, അമ്പിയാക്കൾ ഔലിയാക്കളുടെ മഹത്വങ്ങൾ അംഗീകരിക്കുന്നവർ, അമ്പിയാക്കൾ ഔലിയാക്കൾ അസാധാരണക്കാരാണെന്ന് വിശ്വസിക്കുന്നവർ, അവരോട് അതാ സഹായം ചോദിക്കുന്നവർ, അവരെല്ലാം ശിർക്കും കുഫറും ചെയ്യുന്ന അബൂജഹലിനെ പോലെയാണെന്നും ചിലപ്പോൾ അബൂജഹലിനെക്കാളും മോശമായ മുശ്രിക്കുകളാണെന്നും ഇവിടെ ഒരു വിഭാഗം വാദിക്കാൻ തുടങ്ങിയപ്പോ നമ്മുടെ മുസ്ലിം സമുദായം ഛിന്ന ഭിന്നമായി. അതിനു മുമ്പ് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിരുന്നു. മുസ്ലിം സമുദായം ഈ ഐക്യത്തോടെ ജീവിച്ചിരുന്നു. മറ്റ് മതക്കാർക്ക് അവരോട് ബഹുമാനമായിരുന്നു. മറ്റ് മതക്കാരും അവരും തമ്മിൽ സൗഹാർദ്ദത്തിലായിരുന്നു. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുസ്ലിങ്ങൾക്കിടയിൽ അതാ ഒരു വിഭാഗം രംഗത്ത് വന്നു. അവര് വന്നിട്ട് ദീനിന് പല ഫസാദുകളും ഉണ്ടാക്കി. കൂട്ടത്തിൽ ആദ്യം വാദിച്ച വാദം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
ആരെങ്കിലും വിളിച്ച് സഹായം ചോദിച്ചു പോയാൽ, ശഫാഅത്തിന് പറഞ്ഞു പോയാൽ, ശുപാർശ ചോദിച്ചു പോയാൽ, ആ ചോദിക്കുന്നവർ അബൂജഹലിനെ പോലെയാണെന്ന് സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുപോയി. വിവരമില്ലാത്ത പലരും അതിന്റെ പിന്നാലെ പോയി. അതിന്റെ പേരിൽ നിങ്ങൾ കണ്ടില്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഖുർആനിന്റെ ഓത്ത് എങ്ങനെ ഓതണം? സാധാരണ നിലയ്ക്ക് അറബി ഭാഷ പഠിച്ച കുട്ടികൾക്കറിയാം, അൻസാനീഹി എന്നാണ് അവിടെ സാധാരണ നിലയ്ക്ക് അറബി ഭാഷയുടെ നിയമപ്രകാരം വേണ്ടത്. പക്ഷെ അവിടെ അൻസാനീഹു എന്ന് ഓതിക്കൊള്ളണം. ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരന്മാര്, അതുകൊണ്ട് അതിനേക്കാളും വേഗം തിരിയുന്നത് പറയാം. നോക്കുകൾ അൽ-ബഖറ സൂറത്ത് എടുത്തു. ആദ്യം എന്താണ്? അലിഫ് ലാം മീം. സംഗതി അലിഫ് ലാം മീമാ ഉള്ളത്. ആ മൂന്നക്ഷരം തന്നെയാണ് അലം തറ കൈഫിന്റെ തുടക്കത്തിലുള്ളത്. അവിടെ ഓതുന്ന അലം, ഇവിടെ ഓതുന്ന അലിഫ് ലാം മീം. എന്താ വ്യത്യാസം? രണ്ടും അക്ഷരം തന്നെ. അലം തറ കൈഫിന്റെ തുടക്കത്തിലുള്ള അതേ അലിഫും ലാമും മീമും തന്നെയാണ് അലിഫ് ലാം മീം എന്ന സ്ഥലത്ത് അലിഫ് ലാം മീമാ ഉള്ളത്. ഒരു സ്ഥലത്ത് ഓതുന്ന അലിഫ് ലാം മീം, വേറെ സ്ഥലത്ത് ഓതുന്ന അലം. ഒരു സ്ഥലത്ത് നോക്കുമ്പോ അലിഫ് ലാം റാ. നമ്മളെ കണക്കിൽ ഓതുന്ന അൽമറിന്ന് ഓതണം. അൽമറിന്ന് ഓതാതെ അലിഫ് ലാം റാ ആര് പഠിപ്പിച്ചത്? ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇനിയും നിങ്ങൾ നോക്ക്, യാസീൻ. അതുപോലെ ബാക്കി കൂടി ഓതുകൾ എങ്ങനെ ഓതണ്ടേ? യാസീൻ വാവ് അലിഫ് ലാം ഖാഫ് റാ നൂൻ. ഇങ്ങനെയാ ഓതുന്നത്. എന്തേ ഇപ്പുറത്ത് യാസീൻ നോക്കിയ നമ്മളെന്തേ ഇപ്പുറത്തെത്തുമ്പോ വൽ ഖുർആനി നോക്കിയത്? അവിടെ വാവ് അലിഫ് ലാം എന്താ ഓതാത്തത്? അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇത് എഴുത്തുകൊണ്ട് തിരിയൂല. ഈ എഴുത്തുകൊണ്ടത് തിരിയുന്നില്ല. തിരിയുന്നത് എവിടെ? ഇവിടെ നമ്മളെ മുൻഗാമികൾ ഓതിയത് യാസീൻ എന്നാണ്. അതിന്റെ ബാക്കി അവർ ഓതിയത് വൽ ഖുർആനി എന്നാണ്. അതുകൊണ്ട് നമ്മളും അവരോധിയ പോലെ ഓതണം. അവർക്കത് ഇവിടുന്ന് കിട്ടി. അവരെ മുൻഗാമികൾ അവർക്ക് അങ്ങനെയാണ് ഓതിക്കേൽപ്പിച്ചത്. അവർക്കത് ഇവിടുന്ന് കിട്ടി. അവരെ മുൻഗാമികൾ അവർക്ക് അങ്ങനെയാണ് ഓതിക്കേൽപ്പിച്ചത്. അങ്ങനെ റസൂലുള്ള മുതൽക്ക് ഇന്ന് വരെയുള്ള മുൻഗാമികൾ എങ്ങനെ ഓതിയോ അതുപോലെ ഓതണം, എങ്ങനെ എഴുതിയോ അതുപോലെ എഴുതണം. ഇനി ഞാൻ ചോദിക്കുന്ന ബുദ്ധിയുള്ള ചെറുപ്പക്കാരെ, ഇതുപോലെ ഖുർആൻ എങ്ങനെ ഗ്രഹിക്കണം? ഖുർആനിന്റെ എഴുത്തിന് മുൻഗാമികളെ പിന്തുടരാതെ നിവൃത്തിയില്ല. അത് മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഖാദിയാനും എല്ലാവരും അംഗീകരിക്കുന്നു. ഖുർആനിന്റെ ഓത്തിന് മുൻഗാമികളെ പിന്തുടരണമെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ഖുർആനിന്റെ ആശയം സ്വീകരിക്കുമ്പോ മുൻഗാമികൾ വേണ്ട എന്ന് പറയുന്നത് എവിടുന്ന് കിട്ടിയ നയമാണ്? അതിന്റെ പേരാണ് ഇരട്ടത്താപ്പ്. സഹോദരന്മാരെ, ഓത്തിലും എഴുത്തിലും മുൻഗാമികളെ പിന്തുടർന്നവർ ആശയം ഗ്രഹിക്കുമ്പോൾ മുൻഗാമികൾ വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പ് കൊണ്ടാണ് മുസ്ലിമീങ്ങളെ മുഴുവനും ഭിന്നിപ്പിച്ചത്. ഇത് അറിയുന്ന യജമാനനായ റബ്ബ് അവന്റെ ഖുർആനിൽ നേരത്തെ തന്നെ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമുക്കൊരു മാനദണ്ഡം പഠിപ്പിച്ചു തന്നു. അത് ഖുർആനിൽ തന്നെ പഠിപ്പിച്ചു തന്നു. എന്താണ് ആ മാനദണ്ഡം? അല്ലാഹു പറയുന്നു, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. നബിയെ, അങ്ങയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. നബിയെ, റസൂലുള്ളാഹിന്റെ വിവരണമില്ലാതെ ഖുർആൻ ഒരാൾക്കും ഗ്രഹിക്കാൻ കഴിയില്ല. എന്നാൽ അതേ ഖുർആൻ പറയുന്നു, ആ മുഹമ്മദ് നബിയെ പിന്തുടർന്നാൽ നിങ്ങൾ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. എന്നെ പിന്തുടർന്നു അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് അല്ലാഹു തആല പറയാൻ വേണ്ടി നബിയോട് കൽപ്പിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിനെ പിന്തുടർന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ വിവരണം നോക്കിയിട്ട് വേണം ഖുർആൻ ഗ്രഹിക്കാൻ. അപ്പൊ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് 5 നേരത്തെ നിസ്കാരമാണോ, പ്രാർത്ഥനയാണോ, ഇശാഇന്റെ റക്അത്ത് 2 ആണോ 4 ആണോ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ പറഞ്ഞ സ്വലാത്ത് എങ്ങനെ പഠിപ്പിച്ചു എന്ന് നോക്കണം.
അത് നോക്കുമ്പോൾ ഇശാ 4 ജുമാ 2 റകഅത്താണ്. അത് അറബിയിലുള്ള 2 ഖുത്ബോദിയിട്ട് അറബിയിലുള്ള 2 റകഅത്ത് ജുമയാണ്. മലയാളത്തിലുള്ള 2 ഖുത്ബോദിയിട്ട് അറബിയിലുള്ള ജുമാ റസൂലുള്ള പഠിപ്പിച്ച ജുമയല്ല. സഹോദരന്മാരെ, അത് പറഞ്ഞാൽ നീണ്ടുപോകും. അപ്പൊ ഞാൻ ചുരുക്കി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പറഞ്ഞു നോക്കണം. പോരാ, ഖുർആൻ മനസ്സിലാക്കാൻ റസൂലുള്ളാഹിനെ നോക്കിയാ പോരാ, പിന്നെന്ത് വേണം? അതേ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. മക്കക്കാരും മദീനക്കാരുമായി ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന സ്വഹാബികൾ, ആ സ്വഹാബികളെ നല്ല നിലക്ക് അവരെ കുറ്റം പറയാതെ, അവരെ ദോഷം പറയാതെ, അവർക്ക് സംബന്ധിച്ച് അനാവശ്യം സംസാരിക്കാതെ, അവരെ പിന്തുടർന്ന് ജീവിച്ചിട്ടുള്ള ആ പിന്തുടർന്നു വന്ന പിൻഗാമികളും റളിയല്ലാഹു അൻഹും അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തറാവീഹ് നിസ്കാരത്തിന്റെ എണ്ണം എത്രയാണ്, ജുമാക്ക് എത്ര ബാങ്കാണ് എന്നൊക്കെ നോക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട സഹാബത്ത് എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയതെന്ന് നോക്കണം. സഹാബത്ത് എങ്ങനെയാണ് നടന്നതെന്ന് നോക്കണം. മക്കയിലും മദീനയിലുമുള്ള സഹാബികൾ 20 റകഅത്ത് തറാവീഹാണ് നിസ്കരിച്ചതെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്ന നിസ്കാരം, റസൂലുള്ള പഠിപ്പിക്കുന്ന നിസ്കാരം അത് 20 റകഅത്താണെന്ന് ഉറപ്പിച്ചോളണം. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് 2 ബാങ്ക് നടപ്പാക്കിയത് ബുഖാരിയിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 2 ബാങ്ക് തന്നെ കൊടുത്തോളണം. ബഹുമാനപ്പെട്ട സഹാബത്തിനെ പിന്തുടർന്നാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്നല്ല വെറുതെ പറഞ്ഞതല്ല. സഹാബത്തിനെ പിന്തുടർന്നുകൊണ്ട് വേണം നിങ്ങൾ ഖുർആനിന്റെ ആശയം പഠിക്കാൻ. പോരാ, എന്നാ സഹാബത്ത് മതിയോ? പോരാ. അല്ലാഹു പറയുന്നു, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. ശരിക്കും മനസ്സിലാക്കണം. വകദാലിക, അപ്പോലെ, ഏതുപോലെ? അപ്പോലെ, ഏതുപോലെ? മുജാഹിദിന്റെ പരിഭാഷയിൽ ഇവ്വിധം എന്നാണ്. അങ്ങനെ കൊട്ടെ. എന്നാ എവ്വിധം, ഇവ്വിധം എവ്വിധം, വകദാലിക അപ്പോലെ, ആ വിധം എന്ന് പറഞ്ഞാൽ കഅബ ശരീഫിനെ ഖിബ്ലയാക്കി നിശ്ചയിച്ച സംഭവമാണ് അതിനു മുമ്പ് പറയുന്നത്. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറുമൊക്കെ അല്ലാഹുവിനുള്ളതാണ്. പക്ഷേ അതിൽ നിന്നും കഅബ ശരീഫിനെ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു. എല്ലാ സ്ഥലവും അല്ലാഹു തന്നെ, പക്ഷെ അതിൽ ഒരു സ്ഥലത്തിന് അല്ലാഹു ബഹുമാനിച്ചു, കഅബ ശരീഫ്. ആ കഅബയിലേക്ക് എല്ലാ പള്ളിയും തിരിച്ചോളണം, എല്ലാരും അങ്ങോട്ട് തിരിഞ്ഞോളണം. ഒരു സ്ഥലത്തിന് അല്ലാഹു ബഹുമതി കൊടുത്തിരിക്കുകയാണ്, പ്രത്യേക ബഹുമതി ഒരു സ്ഥലത്തിന്. അതുപോലെ ജഅൽനാകും ഉമ്മത്തൻ വസതാ, ആദം നബി മുതൽക്ക് ഒരുപാട് ഉമ്മത്തുകൾ, സമുദായങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിലും മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങളെ നമ്മൾ ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ള സമുദായങ്ങളെ പോലെ അല്ല. കഅബത്തെ നിശ്ചയിച്ചത് എന്തിനാണ്? കഅബത്തെ നിശ്ചയിച്ചത് ഇനി വരുന്ന എല്ലാ പള്ളികളും കഅബയിലേക്ക് തിരിച്ചോളണം, എല്ലാരും കഅബയിലേക്ക് തിരിച്ചോളണം. അപ്പോൾ നാട്ടിലുള്ള പഴയ പള്ളികളെല്ലാം കഅബയിലേക്ക് തിരിച്ചാണുള്ളത്. ഇനി വരുന്ന പള്ളിയും ആ കഅബയിലേക്ക് തിരിച്ച പള്ളി പോലെ തന്നെ ഉണ്ടാക്കിക്കൊള്ളണം. കേരളത്തിൽ ആദ്യം നിർമ്മിച്ച കൊടുങ്ങല്ലൂരിലെ പള്ളി അത് കഅബയിലേക്ക് തിരിച്ചാണ് ഉണ്ടാക്കിയത്. എന്നാൽ അതിന്റെ ശേഷം നിർമ്മിച്ച മാടായി പള്ളിയും അങ്ങനെ, കാസർഗോഡ് പള്ളിയും അങ്ങനെ, ധർമ്മടം പള്ളിയും അങ്ങനെ, അങ്ങനെ ഇങ്ങ് വന്നിട്ട് ഇക്കൊല്ലമുണ്ടാക്കിയ പള്ളിയടക്കം എല്ലാ പള്ളിയും നേരത്തെയുള്ള പള്ളികൾ തിരിച്ചതുപോലെ കഅബയിലേക്ക് തിരിച്ചു വെച്ചോളണം. ഇതുപോലെ ജനങ്ങളെ കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ, നിങ്ങളെ നമ്മൾ ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. എന്തിനാണ് ഉത്തമ സമുദായമാക്കിയത്? ലിതകൂനൂ ശുഹദാ അലന്നാസ്, ഖിയാമത്ത് നാൾ വരെ ഇവിടെ മനുഷ്യന്മാര് വരും. ആ മനുഷ്യന്മാർ മുസ്ലിം സമുദായമാകുന്ന നിങ്ങളിൽ പൂർവീകരായ ആളുകളെ, മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ട് പിൻഗാമികൾ ജീവിക്കണമെങ്കിൽ മുൻഗാമികളായ ആളുകൾ ഇസ്ലാമിന്റെ സാക്ഷികളാകണം. അതുകൊണ്ട് നിങ്ങളെ നമ്മൾ ഉത്തമ സമുദായമാക്കി വെച്ചിരിക്കുന്നു.
തെമ്മാടികൾ സാക്ഷിക്ക് പറ്റൂല, തോന്നിവാസികൾ സാക്ഷിക്ക് പറ്റൂല. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു? ഉമ്മത്തം വസത, നിങ്ങളെ ഉത്തമ സമുദായമാക്കി, ഉത്തമന്മാരായ ആളുകളെ സാക്ഷിക്ക് പറ്റൂ. എന്തിനാണ് നിങ്ങൾ ഉത്തമ സമുദായമാക്കിയത്? ലിതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾ ഈ സമുദായം പിൽക്കാലത്ത് വന്നുകൊണ്ടേയിരിക്കുന്ന ജനങ്ങൾക്ക് ഓരോ തലമുറയും സാക്ഷിയായിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ റസൂലുള്ള മുതൽക്ക് ഇങ്ങോട്ട് ഓരോ പൂർവികരായ സമുദായവും പിൻതലമുറക്ക് സാക്ഷികളാകാൻ വേണ്ടി ഈ ഉമ്മത്ത് മുഹമ്മദിയ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ ഉത്തമ സമുദായമാക്കി വെച്ചിരിക്കുന്നു. അവർ പൂർണ്ണമായി പിഴച്ചു പോവുക എന്നത് ഉണ്ടാവുകയില്ല. ഈസാ നബിയുടെ ഉമ്മത്ത്, മൂസ നബിയുടെ ഉമ്മത്ത്, ഇബ്രാഹിം നബിയുടെ ഉമ്മത്ത്, അവരൊക്കെ പിൽക്കാലത്ത് പൂർണ്ണമായി പിഴച്ചു പോകുന്ന ഉമ്മത്താണ്, പിഴച്ചുപോയ ഉമ്മത്താണ്. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഉത്തമ സമുദായമാണ്. നിങ്ങളങ്ങനെ ഒന്നായിട്ട് പിഴച്ചു പോവുക എന്നത് ഈ ഉമ്മത്തിൽ ഉണ്ടാവുകയില്ല. എന്താ കാരണം? നിങ്ങൾ പിൻതലമുറക്ക് സാക്ഷിയാകേണ്ടവരാണ്. സാക്ഷികൾ പേറ്റാൻ പറ്റില്ലല്ലോ, അവന് കാര്യം പേച്ചൂലെ. അപ്പൊ നിങ്ങളെ ഉത്തമ സമുദായമാക്കി നിർത്തിയത് ലിതകൂനു ശുഹദാ അലന്നാസ്, പിൻതലമുറയിൽ വരുന്ന ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകാൻ വേണ്ടിയാ. അപ്പൊ എന്തായി? താബിഈങ്ങൾക്ക് സഹാബികൾ സാക്ഷിയാണ്, താബിഈങ്ങൾക്ക് താബിഈങ്ങൾ സാക്ഷിയാണ്. അങ്ങനെ റസൂലുള്ള മുതൽക്ക് ഇന്ന് വരെയുള്ള മുസ്ലിം സമുദായമുറയും പിൻതലമുറക്ക് ഇസ്ലാമിന്റെ സത്യസാക്ഷികളാണ്. ആര് പറയുന്നു? അല്ലാഹു ഖുർആനിൽ പറയുന്നു. ഈ ആയത്തിന്റെ തഫ്സീർ നോക്ക് നിങ്ങൾ. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫകുല്ലു അസ്രിൻ ഷഹീദുൻ അലാ മൻ ബഅദഹും, ഫകുല്ലു അസ്രിൻ ഷഹീദുൻ അലാ മൻ ബഅദഹും, ഫഖൗലു الصحابة حجة وشاهد على التابعين وقول التابعين حجة وشاهد على من بعدهم. ഇമാം ഖുർത്തുബി അത് പറയുന്നു, ഇമാം റാസി തഫ്സീറിൽ പറയുന്നു, എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും അത് വിശദീകരിക്കുന്നു. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഓരോ കാലഘട്ടത്തിലും ജീവിച്ച് മരിച്ചു പോകുന്ന തലമുറ പിൻതലമുറക്ക് സാക്ഷിയാണ്. അപ്പോൾ റസൂലുള്ള മുതൽക്ക് ഇന്ന് വരെ നടന്നു വന്ന മുൻ തലമുറയെ നോക്കിയിട്ട് വേണം എന്താണ് ഖുർആനിന്റെ ആശയം മനസ്സിലാക്കാൻ. ഇത് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചതാണ്. എന്നിട്ടൊന്നുകൂടി അല്ലാഹു പറയുന്നു, അഥവാ നിങ്ങൾ ഈ മുൻ തലമുറയുടെ ആശയത്തിൽ നിന്ന്, പൂർവീകരുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മുൻഗാമികൾ നടന്നു വന്ന വഴി വിട്ടുകൊണ്ടൊരു പുതിയ വഴിയിലേക്ക് ചാടിയാൽ നിങ്ങൾ പിഴച്ചുപോയി, നിങ്ങൾ നരകത്തിന്റെ അവകാശികളായി പോയി. അല്ലാഹു പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. അല്ലാഹുവിന്റെ റസൂല് ഉത്തമ സമുദായമായി മുൻഗാമികളായി വന്ന എല്ലാവർക്കും ബഹുമാനപ്പെട്ട റസൂലുള്ള സാക്ഷിയാണ്. വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. അപ്പൊ റസൂലുള്ള കേന്ദ്രമാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഈ സമുദായം ഓരോ കാലഘട്ടത്തിലുമുള്ളവർ പിൻതലമുറക്ക് സാക്ഷിയാണ്, ഉത്തമ മാതൃകയാണ്, സാക്ഷിയാണ്. ഇത് തന്നെ അല്ലാഹു പറയുന്നു, ആരെങ്കിലും റസൂലിനോട് എതിർപ്പ് കാണിച്ചാൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ നടന്നു വരുന്ന വഴി വിട്ടുകൊണ്ട്, സത്യവിശ്വാസികൾ വിശ്വസിച്ചു വരുന്ന വിശ്വാസം വിട്ടുകൊണ്ട്, സത്യവിശ്വാസികൾ പ്രവർത്തിച്ചു വരുന്ന കർമ്മങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട്, സത്യവിശ്വാസികൾ പ്രവർത്തിച്ചു വരുന്ന ഓരോ കാര്യങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് പുതിയത് വല്ലവനും പിന്തുടർന്നാൽ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം. അവനവന്റെ ആശയുമായി ജീവിക്കാൻ നമ്മൾ സൗകര്യം ചെയ്തേക്കും, പക്ഷേ വനുസ്ലിഹി ജഹന്നം. മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ നടന്നു വന്ന വഴി വിട്ടുകൊണ്ട് പുതിയ വഴിയിലേക്ക് കടന്നാൽ അവനെ നമ്മൾ നരകത്തിൽ കടത്തും നബിയേ. അപ്പോൾ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്? റസൂലുള്ള പഠിപ്പിച്ചത് എങ്ങനെ നോക്കണം, സഹാബത്ത് പഠിപ്പിച്ചത് എങ്ങനെ നോക്കണം, അവിടുന്ന് ഇങ്ങോട്ട് ഇന്ന് വരെയുള്ള മുൻഗാമികൾ എങ്ങനെ പഠിപ്പിച്ചു നോക്കണം. മുൻ തലമുറയെ അവഗണിച്ചുകൊണ്ട്
ഖുർആനിന്റെ ആശയം ഗ്രഹിച്ചാൽ അവൻ നരകത്തിലാണ്. ഖുർആൻ അങ്ങനെ ഓടിച്ചത്. അപ്പൊ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് മുൻഗാമികൾ ഓതിയതുപോലെ ഓതണം, ഖുർആൻ എഴുതുന്ന സ്ഥലത്ത് മുൻഗാമികൾ എഴുതിയതുപോലെ എഴുതണം, ഖുർആൻ മനസ്സിലാക്കുന്ന സ്ഥലത്ത് മുൻഗാമികൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണം. ഇത് വിട്ടാൽ അവൻ ഖുർആൻ വിട്ടു. ഈ അടിസ്ഥാനം വിട്ടാൽ, ഈ മാനദണ്ഡം തള്ളിയാൽ അവൻ ഖുർആനിന് പുറത്തേക്ക് ചാടിപ്പോയി. അതാണ് ഒരു സുനിഹി ജഹന്നം, അവനെ നമ്മൾ ജഹന്നമിൽ കടത്തു എന്ന് പറഞ്ഞു. ഇതുകൊണ്ടാണ് സഹോദരന്മാരെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് സയകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ ഹദീദി ബിമാ ലം തസ്മഊ അൻതും വലാ ആബാഉകും ഇയ്യാകും വ ഇയ്യാഹും ലാ യുദില്ലൂനകും വലാ യഫ്തിനൂനകും. ഓ മുസ്ലിം സമുദായമേ, ഖിയാമത്ത് നാളാകുമ്പോൾ ചില കബളിപ്പിക്കുന്ന ആളുകൾ വരും. ധാരാളം കള്ളം പറയുന്നവരാണവർ. അവരുടെ സ്വഭാവം എന്താണ്? യഅ്തൂനകും, നിങ്ങളുടെ അടുക്കൽ അവർ വരും. എങ്ങനെ വരും? മിനൽ ഹദീസി ബിമാ ലം തസ്മഊ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പമാരും നിങ്ങളെ പിതാമഹന്മാരും കേൾക്കാത്ത വർത്തമാനവും കൊണ്ടുവരും. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് അടയാളം പറഞ്ഞത്, നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത ആശയം കൊണ്ടുവരും. അവർ ദജ്ജാലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ലക്ഷണം, നിങ്ങളും നിങ്ങൾ ഉപ്പാപ്പാരും കേൾക്കാത്തെന്ന് പറയും. നിങ്ങൾ ഉപ്പാപ്പാര് കേട്ടിരുന്നോ ജുമാക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകണം? നിങ്ങളുടെ ഉപ്പാപ്പമാര് കേട്ടിരുന്നോ മലയാളത്തിന് ഹുതുബോധനം? നിങ്ങളുടെ ഉപ്പാപ്പമാര് കേട്ടിട്ടുണ്ടോ കണക്കു നോക്കിയിട്ട് മാസോർപ്പിക്കണം? നിങ്ങളുടെ ഉപ്പാപ്പമാര് കേട്ടിട്ടുണ്ടോ തറാവീഹ് 20 നിസ്കരിക്കുന്നത് കുറക്കണം? അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പമാരും കേൾക്കാത്തതവര് പറയും. എത്ര നല്ല ലക്ഷണം റസൂലുള്ളാഹി പറഞ്ഞു. ഇയ്യാകും വ ഇയ്യാഹും, സൂക്ഷിച്ചോളണം അവരെ. ലാ യുദില്ലൂനകും വലാ യഫ്തിനൂനകും, നിങ്ങൾ അവർ പിഴപ്പിച്ച് കളയരുത് കേട്ടോ, ഫിത്നയാക്കി കളയരുത് കേട്ടോ, ശ്രദ്ധിച്ചോളണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അപ്പോൾ ഖുർആൻ ഗ്രഹിക്കേണ്ടത് എങ്ങനെ? ഇസ്ലാം മതം ഗ്രഹിക്കേണ്ടത് എങ്ങനെ? അത് മുൻഗാമികൾ മുഖേന ഗ്രഹിച്ചോളണം, പൂർവീക പണ്ഡിതന്മാരിലൂടെ മനസ്സിലാക്കിക്കൊള്ളണം. അത് വിട്ടാൽ പിന്നെ അവന് ഇസ്ലാമില്ല. അല്ലാഹു പറയുന്നു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ളില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. മുൻഗാമികളെ പിന്തുടർന്ന് ജീവിച്ചാൽ മാത്രം പോരാ, അവരെ പിന്നിൽ വരുന്നവർ അവർ പറയണം, ദുആ ചെയ്യണം. എന്ത് ദുആ ചെയ്യണം? റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുൻഗാമികൾക്ക് ഞങ്ങൾക്കും അവർക്കും നീ പുറത്തു തരണം റബ്ബേ. എന്നാലും പോരാ, ഇനിയും കേൾക്കണം. എന്ത് കേൾക്കണം? ആ മുൻഗാമികളോട് എതിർപ്പില്ലാത്തവരാക്കണം ഞങ്ങളെ. അതാണ് വലാ തജ്അൽ ഫീ ഖുലൂബിനാ ളില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞങ്ങളെ മുമ്പ് കഴിഞ്ഞുപോയ മുഅ്മിനീങ്ങളോട് ഞങ്ങളെ മനസ്സിൽ നീ ഒരിക്കലും ഒരു വെറുപ്പ് തരരുത് റബ്ബേ. അവരെ കുറ്റം പറയുന്നവരിലോ, അവരെ തരംതാഴ്ത്തുന്നവരിലോ, അവരെ നിസ്സാരപ്പെടുത്തുന്നവരിലോ, അവര് പിഴച്ചുപോയി എന്ന് പറയുന്നവരിലോ ഞങ്ങളെ ആക്കിക്കളയരുത് റബ്ബേ എന്ന് പിൻഗാമികളായ മുഅ്മിനീകൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അപ്പൊ എന്റെ ചെറുപ്പക്കാരെ,
മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അവരും നമ്മളും തമ്മിൽ എപ്പോഴും ബന്ധം വേണം. ആ ബന്ധം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരോട് മനസ്സിന് അകൽച്ചയുണ്ടാകുന്ന ഒരു സമീപനം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നേക്കരുത് റബ്ബേ എന്ന് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ പാതയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പാത. ഇതാണ് പാരമ്പര്യത്തിന്റെ പാത. ഇതാണ് ചരിത്ര പാരമ്പര്യമുള്ള പാത. ആ ചരിത്ര പാരമ്പര്യം അങ്ങ് വിട്ടിട്ട് 1400ഓളം കൊല്ലത്തെ ചരിത്ര പാരമ്പര്യം അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഓരോ മനുഷ്യനും വന്ന് ഖുർആൻ നോക്കിയിട്ട് അവന്റെ ഇഷ്ടപ്രകാരം അർത്ഥം പറഞ്ഞു ദീന് മുറിച്ച് നശിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോയാൽ നമ്മുടെ ദീന് നശിച്ചുപോയി, ആഖിറം നഷ്ടപ്പെട്ടുപോയി. ഇതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നാം അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച് മരിക്കണം. ഞാൻ പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തിന് വിളിച്ചാൽ അതുകൊണ്ട് ശിർക്കായി പോകുന്നു വാദിക്കുന്നു. അതിൽ കൊണ്ടുവന്ന ഓതിയ തെളിവോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കാത്ത പടച്ചോന് കൂറുകാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പടച്ചോന്റെ കൂറുകാരിയാക്കി ശുപാർശ ചെയ്ത് മനസ്സിലാക്കിയിട്ട് ദൈവങ്ങളോട് ശുപാർശക്ക് വിളിച്ച് ആയത്ത് കൊണ്ടുവന്നിട്ട് തെളിവ് ധരിച്ചു. സംഗതി ഖുർആനും ഇതായിട്ട് എങ്ങനെയുണ്ട്? എന്താണ് നിങ്ങൾ നോക്ക്, ഖുർആൻ വ്യക്തമായി ഖുർആൻ പറയുന്നു നബിയെ തങ്ങൾ ശുപാർശ പറഞ്ഞേ പറ്റൂ. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. ഖുർആൻ പറയുന്നു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാർക്ക് വേണ്ടിയും ഈമാനുള്ള സ്ത്രീകൾക്ക് വേണ്ടിയും നബിയെ തങ്ങൾ ശഫാഅത്ത് ചെയ്യണം, തങ്ങൾ ശുപാർശ പറയണം. എന്തിനും? അവരെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി തങ്ങൾ ശുപാർശ പറയണം നബിയേ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനോട് ശുപാർശ പറയാൻ വേണ്ടി അല്ലാഹ് ഖുർആനിൽ കൽപ്പിക്കുന്നു. ഇനി നിങ്ങൾ ഹദീസ് നോക്കി, ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നു ശഫാഅത്തിന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യാൻ അധികാരമുള്ള ആളാണെന്ന് റസൂലുള്ളാഹിയും പറയുന്നു. ഇനി നിങ്ങൾ സ്വഹാബത്ത് നോക്കി, കുല്ലി ശഫീഅൽ യൗമ ലാ ذو شفاعتي لمغن فتيلا عن سواد بن قاربي. സ്വഹാബിയായ സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു നബിയോട് പറയുന്നു, നബിയേ എനിക്ക് തങ്ങൾ ശഫാഅത്ത് ചെയ്യണം നബിയേ. ഇനി നിങ്ങൾ നോക്കൂ ചെറുപ്പക്കാരെ, നിങ്ങൾ മദീനയിൽ പോയാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫുണ്ട്. ആ റൗള ശരീഫിന്റെ വലിയ ഖുബ്ബയുണ്ട്, വലിയ മിനാരമുണ്ട്. ആ ഖുബ്ബയും മിനാരമുള്ള റൗള ശരീഫിന്റെ പിന്നിൽ ഹുജ്റത്ത് ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഒരു റൂമുണ്ട്. അതിന്റെ ഡോറിന്റെ ഫോട്ടോ ആണ് സൗദി അറേബ്യയിൽ പുറത്തിറങ്ങുന്ന അൽ മുസ്ലിമൂൻ പത്രം 1997 സെപ്റ്റംബർ 26 ആ ഡോറിന്റെ ഫോട്ടോ ആണ്. ഇതിൽ ഡോറിന്റെ ഫോട്ടോ മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ഫോട്ടോവും ഉണ്ട്. ഖബർ 4 ഭാഗത്തും ഗ്രിൽസ് വെച്ച് എന്നിട്ട് പച്ച പട്ട്